നമസ്കാരം. ജമ്മു കശ്മീരിന്റെ സംസ്ഥാന പദവി ഇല്ലാതാക്കി 2 കേന്ദ്രഭരണ പ്രദേശമാക്കിയപ്പോൾ കശ്മീരിൽ കണ്ടത് പ്രതിഷേധമായിരുന്നെങ്കിൽ ലഡാക്കിൽ ആഹ്ലാദ പ്രകടനമായിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ അത് പ്രതിഷേധമായി മാറി. ലഡാക്കിൽ കേന്ദ്രഭരണ പ്രദേശമായി മാറുകയെന്നാൽ തങ്ങളുടെ സ്വയം നിർണയാവകാശം ഇല്ലാതാവുകയാണെന്ന് മനസ്സിലാക്കിയ ലഡാക്കികൾ 5 വർഷമായി പ്രക്ഷോഭത്തിലാണ്. ബുധനാഴ്ച ആ പ്രക്ഷോഭം അതിരുകടന്നു. ലേയിലെ BJP ഓഫീസിന് പ്രക്ഷോഭകർ തീയിട്ടു. വെടിവയ്പിൽ 5 പേർ കൊല്ലപ്പെട്ടു. ഇന്ന് ലഡാക്ക് സമരനായകൻ സോനം വാങ്ചുക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ NGOയുടെ ലൈസൻസും റദ്ദാക്കിയിട്ടുണ്ട്. ലഡാക്കിന് BJPയോടുള്ള പ്രശ്നം എന്താണ്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മുടെ അതിഥികളായി CPM വക്താവ് A. സമ്പത്ത്, കോൺഗ്രസ് നേതാവ് KP നൌഷാദ് അലി, നിരീക്ഷകൻ ഷാബു പ്രസാദ്, രാഷ്ട്രീയ നിരീക്ഷകൻ ദാമോദർ പ്രസാദ് എന്നിവർ. ആദ്യം ദാമോദർ പ്രസാദിലേക്ക്. ശ്രീ ദാമോദർ പ്രസാദ്, എന്താണ് യഥാർത്ഥത്തിൽ ലഡാക്കിൽ നടക്കുന്നത്? ലഡാക്കിൽ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം സെപ്റ്റംബർ 10 മുതൽ തുടങ്ങിയ സെപ്റ്റംബർ 24 മുതൽ വലിയ പ്രക്ഷോഭം നടക്കുന്നത്. പ്രക്ഷോഭത്തിന് 4 കാര്യങ്ങളാണ് പ്രധാനമാണ് പറഞ്ഞു കേൾക്കുന്നത്. അതാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അത് ഒന്ന് സംസ്ഥാന പദവിക്ക് വേണ്ടിയുള്ള, രണ്ടാമത് 6th ഷെഡ്യൂൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ട്രൈബൽ ഏരിയ എന്നുള്ള പ്രൊട്ടക്ഷൻ, 3 തൊഴിലില്ലായ്മയുടെ അവിടെ വർദ്ധിച്ചു വരുന്ന വലിയ തോതിൽ, നമുക്കറിയാലോ വലിയ സാക്ഷരതയുള്ള സംസ്ഥാനമാണ്. ആ നിലയിൽ അവർക്ക് തൊഴിലില്ലായ്മ വലിയ തോതിലുണ്ട്. അവർ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ളത്. 4മതായിട്ട് അവർക്ക് 2 ലോക്സഭാ സീറ്റും, കാർഗിൽ നിന്നും ലേയിൽ നിന്നും ലോക്സഭാ സീറ്റും. ഈ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ മുൻനിർത്തി ഇന്ത്യയുടെ ഭാഗമായി നിന്ന് ഇന്ത്യയുടെ സംസ്ഥാന പദവി ആഗ്രഹിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നത്. എന്ന് വെച്ചാൽ വിഘടനവാദത്തിൻ്റെ ഒരു കാര്യം അവർക്കെതിരെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വളരെ സമാധാനപരമായി നടന്ന സമരമാണ്. ഈ പോലീസ് അതിക്രമങ്ങളിലൂടെ അത് വളരെ രൂക്ഷമായ പ്രൊട്ടസ്റ്റ് പറയുന്നത്. അപ്പോൾ പോലീസിൻ്റെ ഒരു നിർദാക്ഷിണ്യമായ ഇടപെടലിനെ തുടർന്നാണ് സമരത്തിനൊരു സ്വഭാവം. മാത്രമല്ല, പക്ഷേ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ ജെൻസി പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നേപ്പാളിൽ നടന്നാലും അത് ഒരു അസ്വസ്ഥത നമ്മുടെ സമൂഹത്തിൽ യുവാക്കളുടെ ഇടയിൽ വ്യാപരിക്കുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് അന്വേഷിക്കാനാണ് ഭരണകൂടം, അല്ലാതെ അടിച്ചമർത്തൽ ചെയ്യണ്ടേ. ഭരണകൂടം അത് ഏത് സർക്കാരിൻ്റെയും, അത് എവിടത്തെ സർക്കാരിൻ്റെയും സർക്കാരിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം എന്തുകൊണ്ടാണ് ഈ അസ്വസ്ഥ പടരുന്നത്, ആ അസ്വസ്ഥത വ്യാപകമാകാതിരിക്കാനാണ് പ്രാഥമികം ശ്രമിക്കേണ്ടത്. ഈ അസ്വസ്ഥതയ്ക്ക് കാരണം വലിയ തോതിൽ അവരുടെ ഐഡൻറ്റിറ്റി മേലുള്ള ആക്രമണം. 2, അവരാഗ്രഹിക്കുന്ന തൊഴിലോ അവരാഗ്രഹിക്കുന്ന ജീവിത വ്യവസ്ഥകളോ അവർക്ക് സാധ്യമല്ലാത്തൊരു ഘട്ടം. ഇങ്ങനെ വലിയൊരു നിരാശയാണ് പല ഘട്ടങ്ങളിലും ജെൻസി, അതായത് എല്ലാ കാലത്തും യുവതലമുറയാണ് പ്രൊട്ടസ്റ്റ്. നമുക്കറിയാം, ലോക ചരിത്രത്തിൽ എപ്പോഴും നോക്കിയാലും യുവതലമുറയുടെ പ്രൊട്ടസ്റ്റ് എല്ലാ കാലത്തും 60കളിലും വിയറ്റ്നാം കാലത്തും 70കളിലൊക്കെ തന്നെ സമരം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ അത്തരമൊരു സമരത്തിന് സാധ്യത. അപ്പോൾ സമാധാനപര അത്തരം ജനാധിപത്യ സമരം നടത്തുന്ന അവകാശത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാലാവസ്ഥ ആക്ടിവിസ്റ്റും എല്ലാവർക്കും അറിയുന്ന സോനം വാങ്ചുക്ക്. അദ്ദേഹത്തിന് വലിയൊരു സ്വാധീനമുള്ള ഒരാളാണ്. ആ മേഖലയിൽ വലിയ പ്രാഗൽഭ്യമുള്ള ആളാണ്, വലിയ ജനസ്വാധീനമുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ പക്ഷേ അദ്ദേഹം അറബ് സ്പ്രിംഗ് മാതിരി സമരം ചെയ്യുന്നു, ഭരണകൂടത്തെ ടോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഭരണകൂടത്തെ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്ന എന്നുള്ള ആരോപണം ഉന്നയിച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ എന്തായാലും ഈ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നമ്മൾ മനസ്സിലാക്കുന്ന അവിടെ നിന്നുള്ള ഒരു വിഭാഗത്തെ ആൾക്കാരെ, അവിടെ നിന്ന് ചില ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ട് സംസാരിക്കാൻ. കാര്യത്തിലെ ബോഡിയോടും അതുപോലെ തന്നെ കാർഗിൽ അവരുടെ സംഘടനയോടും സംസാരിക്കാൻ ഒരു പരിശ്രമം നടത്തിയിട്ടറിയാം. അതൊക്കെ ആശാവഹമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനാണ് ഉദ്ദേശിക്കുന്നത്, അത് വ്യാപിക്കാനും പടരാനും സാധ്യതയുള്ളൂ. അതുകൊണ്ട് യഥാർത്ഥ ഈ പ്രശ്നം സംസ്ഥാന പദവി എന്ന് നമ്മളിതിൻ്റെ ഒരു വേറെ കാര്യത്തിലേക്കും, തെലങ്കാനയിലും ഈ തെലങ്കാന സംസ്ഥാന പദവിയും ഒസ്മാനിയ സർവകലാശാലയിൽ നിന്ന് ആരംഭിച്ചെടുത്തിട്ടുണ്ട്. കാര്യം അവർ വലിയ തോതിൽ യുവാക്കൾ പങ്കെടുത്താണ്. അതെല്ലാ കാലത്തും എല്ലാ ഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ സമരത്തിലെ പ്രധാനപ്പെട്ട കാര്യം നോക്കൂ ദാമോദർ പ്രസാദ്, ഈ ലഡാക്കിലെ ബുദ്ധിസ്റ്റ് അസോസിയേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, അതായത് 50 വർഷമുള്ള ആയിട്ടുള്ള ആവശ്യം എന്താണ്? അവരെ കശ്മീരിൽ നിന്ന് മാറ്റണം, ഞങ്ങൾക്ക് ആ സംസ്ഥാനത്ത് നിൽക്കണ്ട, പകരം ഞങ്ങളെ കേന്ദ്രഭരണ പ്രദേശമാക്കുക എന്നാണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ആ ആവശ്യമാണ് മോദി സർക്കാർ നടപ്പാക്കിയത്. അപ്പോൾ അവർക്ക് പറയുന്നു ഞങ്ങൾക്ക് അത് വേണ്ട, സംസ്ഥാനം മതിയെന്ന്. ഇങ്ങനെയുണ്ടോ ഒരാവശ്യം? അങ്ങനെയല്ല. നമ്മൾ 2019 ഈ പ്രശ്നം പാർലമെൻറ്റിൽ നിങ്ങൾക്ക് അവിടുത്തെ മെമ്പർ മോഡി സർക്കാരിന് അനുകൂലമായി സംസാരിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ കാലത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനുശേഷം ഇവരെ ഈ ഒരു അവിടുത്തെ ഐഡൻറ്റിറ്റിയെ ബന്ധപ്പെട്ട് അവർക്ക് ട്രൈബൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, ഒരു സംസ്ഥാന പദവി അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം ഈ ഓരോ ഘട്ടത്തിലാണല്ലോ നമ്മളെ സംബന്ധിച്ചോളം അതിൻ്റെ അച്ചീവ്മെൻറ്റിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുക. കാര്യം ഓരോ ബെഞ്ച് മാർക്കുകൾ വരും. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, സെക്യൂരിറ്റി പ്രധാനപ്പെട്ട ഒരു സുരക്ഷാ മേഖലയും കൂടിയാണ്. അതുകൊണ്ട് സംസ്ഥാന പദവി ആഗ്രഹിക്കുക എന്നുള്ള സംസ്ഥാന പദവിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ അവർക്ക് അവരുടെ മുമ്പിൽ ആ ലക്ഷ്യം ഉണ്ടാവും. അതിനെ പ്രായോഗികമായിട്ട് എന്ന് നടപ്പാക്കാൻ പറ്റും അവർ ചർച്ച ചെയ്ത ആ പ്രശ്നങ്ങളിലേക്ക് അതിനവർക്ക് അനുകൂലമായി ഇവിടെ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ വിമുഖമാണ് ഈ പ്രശ്നത്തോട് അടച്ച സമീപനം? എന്തായാലും ഇതുവരെ പറ്റില്ല എന്ന് പറഞ്ഞത് നിഷേധാത്മക സമീപനം എന്ന നിലയിൽ പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷേ കുറച്ചുകൂടി തുറന്ന സമീപനം നടത്തിക്കൊണ്ട് ഇതെങ്ങനെ സാധ്യമാക്കുന്ന പ്രായോഗികമായ വഴികളാണെന്നും അതിന് പകരം ഇത് കോൺഗ്രസ് ഇളക്കിവിട്ട സമരമാണെന്നും ആ രീതിയിൽ സോനം വാങ്ചുവിന് രാജ്യദ്രോഹ ആരോപണം, പതിവ് ശൈലിയുള്ള ആരോപണങ്ങൾ, അതായത് രാജ്യദ്രോഹം, ദേശദ്രോഹം തുടങ്ങിയ സ്ഥിരം പല്ലവിയിൽ സമീപിക്കാൻ തുടങ്ങിയാൽ
ഇത് എല്ലാ സ്ഥലത്തും പ്രശ്നം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അതിന് പകരം എന്താണ് പ്രക്ഷോഭത്തിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ സാങ്കത്യം എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നു, എന്താണ് അസ്വസ്ഥത. മാത്രമല്ല ഇതിനകത്ത് ഈ പ്രശ്നം കൂടി കാണണം. ഈ ജൻസി എന്ന് വിളിക്കുന്ന സമരം, ഇതിപ്പോൾ നമ്മൾ നേപ്പാളിൽ നിന്ന് കൊണ്ടുവന്നൊക്കെ വേണമെങ്കിൽ ആരോപണം ഉന്നയിക്കാൻ കൂടി ഇതൊരു യാഥാർത്ഥ്യമുണ്ട്. കാര്യം അവിടെ വർദ്ധിച്ച തോതിലുള്ള തൊഴിലില്ലായ്മ, ആ തൊഴിലില്ലായ്മയും ജീവിത അസ്ഥിരതയും ഒക്കെ തന്നെ പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യം നമ്മളിന്ന് എപ്പോഴും എന്തൊക്കെ തന്നെ വിദൂരത്താണത്. കാശ്മീരിനേക്കാളും കാശ്മീർ പ്രശ്നം ഒരു ദൈനംദിനത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടാകും. പക്ഷേ ലഡാക്കിലെ സജീവ പ്രശ്നം ദൈനംദിനവും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് നമുക്ക് അതിനെക്കുറിച്ച് ഒരു അജ്ഞത എപ്പോഴും നിൽക്കണം. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ ഏറെക്കുറെ ഇംഗ്ലീഷാണ്. എന്തായാലും ഈ പ്രശ്നത്തെ നേരിട്ട രീതിയെ മിക്ക രാഷ്ട്രീയ പാർട്ടികളും, ദേശീയ തലത്തിൽ രാഷ്ട്രീയ പാർട്ടികളും എല്ലാം തന്നെ എതിരഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാനും സമാധാന ചർച്ച പരിഹരിക്കാനും തന്നെയാണ് മിക്കവാറും എല്ലാ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ ഒരു കാലത്ത് കേന്ദ്രഭരണ പ്രദേശമാക്കണം ഞങ്ങളെ, കശ്മീരിൽ നിന്ന് ഞങ്ങളെ വേർപ്പെടുത്തണം എന്ന ആവശ്യമായിരുന്നു അവിടെ ലഡാക്ക് ബുദ്ധിസ്റ്റ് അസോസിയേഷൻ ഉണ്ടായിരുന്നത്. കശ്മീരിൻ്റെ സംസ്ഥാന പദവി ഇല്ലാതാക്കി അതിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് കേന്ദ്രഭരണ പ്രദേശമാവുകയെന്നാൽ തങ്ങളുടെ സ്വയം നിർണ്ണയാവകാശം ഇല്ലാതാവുകയാണ്, ഞങ്ങളിൽ കുറേ കൂടി ഓട്ടോണമി വേണം, സംസ്ഥാന പദവി വേണം, അവിടുത്തെ ഹിൽ കൗൺസിലുകൾക്ക് കൂടുതൽ അധികാരം നൽകണം എന്നൊക്കെയാണ് ഇവരുടെ പുതിയ ആവശ്യങ്ങൾ. കേന്ദ്രം നേരിട്ട് ഭരിച്ചാൽ അവർക്ക് സ്വാതന്ത്ര്യവും സ്വയം നിർണ്ണയാവകാശവും ഇല്ലാതാകുന്നു എന്നവർ തിരിച്ചറിയുന്നു. അവർ സമാധാനപരമായി കഴിഞ്ഞ 4-5 വർഷമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ പൊടുന്നനെ ഈ സമരം ആളിപ്പടരാനും BJP ഓഫീസിന് വരെ തീയിടാനും കാരണം എന്താകും? നോക്കൂ, ഈ ലഡാക്ക് എന്ന് പറയുന്നത് നമ്മുടെ 2 പ്രധാനപ്പെട്ട ശത്രു രാജ്യങ്ങളുമായി ഒരേപോലെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ്, പാകിസ്ഥാനുമായിട്ടും ചൈനയുമായിട്ടും. ആ കാർഗിലൊക്കെ ഈ ലഡാക്ക് മേഖലയിൽ വരുന്നതാണ്. അതേപോലെ തന്നെ അക്സായ് ചിന്നൊക്കെ അതും ഈ ലഡാക്കിലാണ്. ആകെ 3 ലക്ഷമാണ് അവിടുത്തെ ജനസംഖ്യ. വളരെ ടെറൈൻ, ഒരുപാട് സൈനികമായും തന്ത്രപരമായും ഒക്കെ വളരെ 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 പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ലഡാക്ക്. അതുകൊണ്ടൊക്കെ തന്നെ ഈ കാര്യങ്ങളെല്ലാം രാജ്യ സുരക്ഷയുടെ ഒക്കെ മുൻനിർത്തി മാത്രമേ അവിടെ കേന്ദ്ര സർക്കാരിന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുകയുള്ളൂ. ഇത് ലഡാക്കിലെ ജനങ്ങൾക്കും അറിയാം, അത് മനസ്സിലാക്കിയിട്ടുമുണ്ട്. പിന്നെന്താണ് പൊടുന്നനെ പെട്ടെന്നൊരു വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നേപ്പാളിലെ ബംഗ്ലാദേശിലെയൊക്കെ കണ്ട് ഈ അടുത്ത കാലത്തുണ്ടായ ഡെവലപ്മെന്റ് ഒക്കെ കണ്ട് എന്താണ് ഒരാഗ്രഹം മൂത്ത ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ചിലർക്ക് ഇവിടെ ഈ ഇന്ത്യയിൽ മുഴുവനും ഇതേപോലെ വലിയൊരു പ്രക്ഷോഭം ഉണ്ടാകണം എന്ന ആ ഒരു ആഗ്രഹത്തിൽ നിന്ന് അതിന് പറ്റിയ ഒരു മണ്ണ് ഇപ്പോൾ കിട്ടിയത് ലഡാക്കിലാണ്. അവിടെ നിന്ന് ഈ സോനം വാങ്ചുക്കിന്റെ ആ ഒരു സ്വാധീനവും ഇതെല്ലാം കൂടി ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് ഇളക്കിവിട്ട ഒരു സംഭവമാണിത്. പെട്ടെന്ന് ആണ് ഇതിങ്ങനെ ഒരു അക്രമികമായ ഒരു രീതിയിലേക്ക് വന്നത്. ഇതിൽ നിന്നല്ല, ഇതെല്ലാം കൂടെ നമുക്ക് കൂട്ടി വായിച്ചാൽ വളരെ ഷാബു ആരോപിക്കുന്നത് ആ പ്രക്ഷോഭത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്നാണോ? യെസ്, ഞാൻ അങ്ങനെ. കാര്യം എന്താ, ഒരു കോൺഗ്രസിന്റെ ഒരു അവിടുത്തെ ഒരു കൗൺസിലർ തന്നെയാണ് ഇത് കഴിഞ്ഞ ദിവസം വന്നത്. കയ്യില് രാഹുൽ ഗാന്ധി പൊട്ടിക്കുമെന്ന് പറഞ്ഞ ഹൈഡ്രജൻ ബോംബാണോ പ്ലൂട്ടോണിയം ബോംബാണോ നിറച്ചുകൂടാ, ഇതുകൊണ്ട് നിൽക്കുന്ന ഒരു കോൺഗ്രസ് നേതാവാണ്, അവിടുത്തെ ലോക്കൽ കോൺഗ്രസ് നേതാവാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ വളരെ ക്ലിയർ ആണെന്നേ. പക്ഷെ സംഭവം എല്ലാം കഴിഞ്ഞു. 4 വെടി തീർന്നു. സംഭവം അത് പൂർണ്ണമായി തന്നെ അടിച്ചൊതുക്കി. പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ രാജ്യത്ത് പ്രക്ഷോഭമോ സമരത്തിനോ ഒന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷെ അതിന്റെ പിറകിലുള്ള താല്പര്യങ്ങൾ ഒരു പ്രശ്നമാണ്. ഇപ്പൊ ഡൽഹി കലാപം, 2020 ഡൽഹി കലാപം, അത് വളരെ കൃത്യമായ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെയും അജണ്ടകളുടെയും ഭാഗമായി. ഡൽഹി കലാപം നടത്തിയത് ആരാണ് ഷാബു പ്രസാദ്? ഡൽഹിയിൽ ആർക്കെതിരെയാണ് കലാപം നടത്തിയത്? അറിയാമല്ലോ. ഡൽഹി കലാപം കൃത്യമായി ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഇവിടെ വന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ അത് ആസൂത്രണം ചെയ്ത് വളരെ വിദഗ്ധമായിട്ട് നടപ്പാക്കിയതാണ്. വളരെ കഷ്ടപ്പെട്ടാണ് അതിനെ അടിച്ചു. ഏതാ ഡൽഹി കലാപം ആരാണ് നടപ്പാക്കിയത്? ആർക്കെതിരെ നടത്തിയ കലാപം? ഞാൻ ഇവിടെ ഇരുന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നമുക്ക് അറിയാമല്ലോ. അതായത് ഗോലി മാരോ സാലോങ്കോ എന്ന് BJP-ക്കാർ മുദ്രാവാക്യം വിളിച്ചു, ആളുകൾ തോക്കുമായി വന്ന് വെടിവെച്ചു, കലാപം നടത്തി. അതായത് ഈ പറഞ്ഞതുപോലെ ഒരു സമരത്തിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമര ആവശ്യങ്ങളെ ഈ പറഞ്ഞ പോലെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗോലി മാരോ എന്ന് തന്നെ പറയേണ്ടി. അല്ല, ഈ പൗരത്വ പ്രക്ഷോഭം എങ്ങനെയാണ് രാജ്യസുരക്ഷയ്ക്ക് വിരുദ്ധമായിരുന്നത്?
രാജ്യസുരക്ഷയ്ക്ക് അത് അതിന്റെ കൂടെ എന്താണ് എല്ലാം അകത്ത് കിടക്കുന്നത് ഇപ്പോഴും. അല്ല അത് വേറെ കാര്യം. അല്ല അത് വേറെ കാര്യം. പൗരത്വ പ്രക്ഷോഭം ഡൽഹിയിൽ മാത്രമല്ല, രാജ്യത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നു. രാജ്യത്ത് എല്ലായിടത്തും നടന്നൊരു പ്രക്ഷോഭമാണത്. അതെങ്ങനെയാണ് രാജ്യവിരുദ്ധമാവുന്നത്? രാജ്യത്തിനകത്ത് തന്നെ രാജ്യവിരുദ്ധ പ്രക്ഷോഭം നടന്നേ. അത് തന്നെ, അതുകൊണ്ടാണ് അവന്മാരെല്ലാം അകത്ത് കിടക്കുന്നത്. ഇപ്പം അല്ല, ഈ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്താൽ അതൊക്കെ രാജ്യവിരുദ്ധമാവുമോ? ഷാബു പ്രസാദ്, ജാമ്യം പോലും കിട്ടാതെ തിഹാറിൽ അത് വേറെ വിഷയമാണ്. ജാമ്യം നൽകാതെ നിങ്ങൾ എത്രയോ ആൾക്കാർ അകത്തിട്ടുണ്ട്, അതൊക്കെ വേറെ വിഷയമാണ്. എന്റെ ചോദ്യം, പൗരത്വ പ്രക്ഷോഭം എങ്ങനെയാണ് രാജ്യവിരുദ്ധമാകുന്നത്? എന്റെ ചോദ്യം. അങ്ങ് എല്ലാ പ്രക്ഷോഭത്തെയും രാജ്യവിരുദ്ധം എന്ന് പറഞ്ഞാൽ പൗരത്വ പ്രക്ഷോഭം എങ്ങനെയാണ് രാജ്യവിരുദ്ധമാകുന്നത്? അത് തന്നെ രാജ്യവിരുദ്ധം തന്നെ ആയതുകൊണ്ട് തന്നെ. എങ്ങനെയാണ് രാജ്യവിരുദ്ധമായതുകൊണ്ട് തന്നെ അതെങ്ങനെയാണ് രാജ്യത്തെ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിനെതിരെ പ്രതിഷേധിക്കുന്നത് രാജ്യവിരുദ്ധമാവുമോ? എന്റെ ചോദ്യം ഇതാണ്. രാജ്യത്തെ പാർലമെന്റ് ഒരു നിയമം പാസാക്കി, ആ നിയമത്തിനെതിരായിട്ട് കുറെ പേർ സമരം ചെയ്താൽ അത് രാജ്യവിരുദ്ധമാകുമോ ഷാബു പ്രസാദ്? മുസ്ലിങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെടാൻ പോകുന്നു എന്ന പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ഇളക്കി വിട്ട് ഈ രാജ്യത്ത് അസ്വസ്ഥത പടർത്തിയാൽ അത് രാജ്യദ്രോഹം തന്നെയാണ്. അതായത് പൗരത്വ നിയമത്തിന്റെ ലക്ഷ്യം, ഷാബു പ്രസാദ് ഒരു നിമിഷം, പൗരത്വ നിയമത്തിന്റെ ലക്ഷ്യം എന്താണ്? കുറെ അധികം ആളുകളുടെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ പൗരത്വം എടുത്തു കളയാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത് രാജ്യവിരുദ്ധമാവുമോ? ആകും. അതങ്ങനെ, അതല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ അതാകും. അത് പച്ച കള്ളമായത് കൊണ്ട് തന്നെ അതാകും. അല്ല, അത് കള്ളമാണോ ശരിയാണോ എന്നുള്ളത് പിന്നീട് തെളിയിക്കേണ്ടതാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് രാജ്യദ്രോഹമാവുന്നത്. ഇളക്കി വിട്ട് തെരുവിലിറക്കുക, കള്ളം പറഞ്ഞ് തെരുവിലിറക്കുക എന്ന് പറഞ്ഞാൽ അത് സാമൂഹ്യ വിരുദ്ധമാണ്, രാജ്യവിരുദ്ധമാണ്. ഒരു സംശയമില്ലാത്ത കാര്യം. അതായത് ഏതെങ്കിലും ഒരു പാർട്ടി കള്ളം പറഞ്ഞു, ഒരു കാര്യത്തിൽ കള്ളം എന്ന് നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തിൽ കള്ളം പറഞ്ഞു, അത് കേട്ട് കുറെ അധികം ആളുകൾ സമരം ചെയ്യാൻ വെയിറ്റ്, അതെങ്ങനെയാണ് രാജ്യദ്രോഹമാവുന്നത്? അപ്പൊ നിങ്ങൾ ഇതേ പാറ്റേൺ വെച്ച് ഷാബു പ്രസാദ് ഒരു നിമിഷം, ഇതേ പാറ്റേൺ വെച്ച് നിങ്ങൾ ലഡാക്കിലെ പ്രൊട്ടസ്റ്റിനെ നിങ്ങൾ അങ്ങനെ കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടെ സമാധാനപരമായി സമരം നടക്കുകയാണ്. ആ സമരത്തെ BJP ഒരു നിമിഷം 5 വർഷമായി നടക്കുന്ന സമാധാനപരമായ സമരത്തെ കേന്ദ്ര സർക്കാരും BJP എങ്ങനെയാണ് അഡ്രസ് ചെയ്തത്? അതിനെങ്ങനെയാണ് അഡ്രസ് ചെയ്തത് ആ സമരത്തെ? അതിന്റെ പിന്നിൽ ഷാബു പ്രസാദ്, കഴിഞ്ഞ 4-5 വർഷമായി കഴിഞ്ഞ 4-5 വർഷമായി ആ സമരം അവിടെ നടക്കുന്നുണ്ട്. സമാധാനപരമാണ്, അയാൾ നിരാഹാര സമരമാണ് നടത്തുന്നത്. ആ സമരത്തെ എങ്ങനെയാണ് അഡ്രസ് ചെയ്തത് കേന്ദ്ര സർക്കാർ? ഇവിടെ ഡൽഹിയിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടല്ലോ, അവരുമായിട്ട് ചർച്ച. പൂർണ്ണമായ സംസ്ഥാന പദവി ലഡാക്കിന് ലഭിക്കാൻ പ്രയാസമാണ്. എന്നാൽ അവരുടെ സ്വയംഭരണാവകാശം, അവിടുത്തെ ആൾക്കാരുടെ ലഡാക്കിന്റെ ഐഡന്റിറ്റി, ഈ കാര്യങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു സമവായത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പെട്ടെന്നൊന്നും നടക്കില്ല. അത് ദീർഘമായ പല കാര്യങ്ങൾ ആലോചിച്ചേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണ്, ഒരു സംസ്ഥാനമാണത്. 2 ശത്രു രാജ്യങ്ങൾ അതിരിടുന്ന സംസ്ഥാനമാണ്. അങ്ങനെ ഒരൊറ്റ സംസ്ഥാനം, ഒറ്റ പ്രദേശമേ ഇന്ത്യയിലുള്ളൂ. 2 ശത്രു രാജ്യങ്ങൾ ഒരേപോലെ അതിരിടുന്നത്. അപ്പോൾ അതെല്ലാം കണക്കാക്കിക്കൊണ്ട് മാത്രമേ ആവശ്യങ്ങൾ പരിഗണിക്കാനും അംഗീകരിക്കാനും കഴിയുള്ളൂ. അങ്ങനെയുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ചൈന ശത്രു രാജ്യമാണോ ഇന്ത്യയുടെ? ശത്രു രാജ്യമാണ്, സംശയം എന്താ? ആ ശത്രു രാജ്യത്തോടൊപ്പമാണോ ഈ ബ്രിക്സ് ഉച്ചകോടിയിൽ? ഒരു നിമിഷം, ആ ശത്രു രാജ്യത്തോടൊപ്പമാണോ ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുക്കുന്നത്? അല്ല, അന്താരാഷ്ട്ര ഇടപാടുകളിൽ, അങ്ങനെയുള്ള ഡിപ്ലോമസികളിൽ അങ്ങനെ പലതും വേണ്ടി വരും. പക്ഷെ അതിന്റെ അർത്ഥം ചൈന നമ്മുടെ ഭൂപ്രദേശം പിടിച്ചു വെച്ചിട്ടില്ല എന്നാണോ? 38,000 സ്ക്വയർ കിലോമീറ്റർ ഇപ്പോഴും ചൈനയുടെ കൈവശം ഇരിക്കുകയാണ് അക്സായി ചിൻ. എന്താ ഇത്ര സംശയം ചൈന ശത്രു രാജ്യമാണെന്നുള്ള കാര്യത്തില്? ഇപ്പൊ BJPക്കോ അല്ലെങ്കിൽ ഒരു സർക്കാരിന്റെ പ്രതിനിധിക്കോ അല്ലെങ്കിൽ ഔദ്യോഗികമായി അങ്ങനെ പറയാൻ സാധിച്ചില്ല എന്ന് വരും. അവർക്ക് പല കാര്യങ്ങൾ പറയാം. പക്ഷെ എനിക്കത് പറയാം 100% ചൈന ഇന്ത്യയുടെ ശത്രു രാജ്യമാണ്, പ്രധാന. അതിനൊരു പ്രശ്നമുണ്ട്. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇന്ത്യ പോലെ ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യവുമായുള്ള സുഹൃത്ത് ബന്ധത്തെ തകർക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തുന്നത് ഇന്ത്യൻ നിയമപ്രകാരം ശിക്ഷാർഹമാണ്, ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് നിയമപ്രകാരം ശിക്ഷാർഹമാണ്. ചിലപ്പോൾ നാളെ മീഡിയ വണ്ണിനെതിരെ ഷാബു ഇത് പറഞ്ഞതിന്റെ പേരിൽ കേസെടുക്കുക. എനിക്കെന്തായാലും ആ ഭയമില്ല. ഇന്ത്യയുടെ ശത്രു രാജ്യമാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ എനിക്കെതിരെ കേസോ എനിക്കെതിരെ ജയിൽവാസമോ വന്നാൽ ഞാൻ അത് സന്തോഷത്തോടെ. ഷാബുവിനെതിരെ കേസെടുക്കില്ല, കേസ് ഞങ്ങൾക്കെതിരെ വരും ചിലപ്പോൾ, അതാണ് പ്രശ്നം. അല്ല, രാജ്യത്തെ നിയമങ്ങൾക്ക് അനുസരിക്കുകയാണ്, രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കുന്നതും രാജ്യസ്നേഹത്തിന്റെ ഭാഗമാണല്ലോ. അപ്പൊ അതുകൊണ്ട് നിയമം അനുസരിക്കുന്നവരങ്ങനെ പറയുള്ളൂ, നിയമം അനുസരിക്കാത്തവർക്ക് എന്തും പറയാം. ഇത് ഷാബുവിന്റെ സ്വന്തം അഭിപ്രായമാണെന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ ഷാബു, ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് പ്രശ്നമില്ല.
നൗഷാദ് അലി, ഇവിടെ ഷാഹു പ്രസാദ് പറയുന്നത് അവിടുത്തെ പ്രൊട്ടസ്റ്റ്, ഇന്നലെ വയലന്റ് പ്രൊട്ടസ്റ്റിന് പിന്നിൽ കോൺഗ്രസ് ആണെന്നാണ്. ശരിയാണോ? അതല്ല, ഞാൻ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഈ രാജ്യത്തെ ജനങ്ങൾ മതത്തിനും ജാതിക്കും വിഭാഗീയതക്കും അതീതമായിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ ഒരുമിക്കുന്നു എന്നുള്ള വലിയൊരു രാഷ്ട്രീയം ഈ പ്രതിഷേധത്തിന്റെ പുറകിലുണ്ട്. ഞാൻ നിങ്ങളൊരു കാര്യം പറഞ്ഞു, 1950 മുതൽ ലേ നിവാസികൾ ബുദ്ധിസ്റ്റുകളാണല്ലോ, അവര് പ്രത്യേക ടെറിട്ടറിക്ക് വേണ്ടി അവകാശപ്പെടുന്നു. പക്ഷെ അന്നൊക്കെ കാർഗിലുകാർ എതിർക്കുന്നു. അവസാനം ഇവിടെ പ്രത്യേക ടെറിട്ടറി ആയപ്പോ ലേക്കാരൊക്കെ ആഹ്ലാദം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് അവർ തിരിച്ചറിയുകയാണ് തങ്ങളൊക്കെ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്, തങ്ങളൊക്കെ കുരുക്കിനകത്ത് അകപ്പെട്ടിരിക്കുകയാണ് എന്ന് അവർക്ക് മനസ്സിലായി. അതിന്റെ ഭാഗമായിട്ട് എല്ലാ വ്യത്യസ്തതകളെയും മറന്നുകൊണ്ട് ആളുകൾ ഒരുമിച്ച് നടത്തുന്ന അവരുടെ പ്രാഥമിക അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള, അവരുടെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയുള്ള, അവരുടെ ഫ്രാഗൈൽ എക്കോളജിയെ നിലനിർത്താൻ ആവശ്യമായ ഒരു സമരമാണ് അല്ലെങ്കിൽ ഒരു പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും അത് വഴി വിട്ട് അക്രമത്തിലേക്ക് പോകുന്നതിനെ നമുക്ക് അനുകൂലിക്കുക സാധ്യമല്ല. സമാധാനപരമായ ജനാധിപത്യപരമായ സമരം തീർച്ചയായിട്ടും നമുക്ക് പിന്തുണക്കാതെ നിർവാഹമില്ല. പക്ഷെ അക്രമങ്ങളെ പിന്തുണക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഞാനിവിടെ ഇങ്ങനെ ഇത് പറയുമ്പോൾ, ഇതിന്റെ ഒരു പൊളിറ്റിക്സ് പറയുമ്പോൾ അജിംസ് ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് കൃത്യമായിട്ട് നമ്മുടെ ഈ പ്രാദേശിക ഇടങ്ങളെയൊക്കെ BJPയുടെ മറവില് കോർപ്പറേറ്റുകൾ വന്ന് ചൂഷണം ചെയ്യുന്നതിന്റെ വലിയൊരു പ്രതിഷേധമാണ് ആളുകളെ എല്ലാ വിഭാഗീയതയ്ക്കും അതീതമായിട്ട് ഐക്യപ്പെടുത്തിയത് എന്ന് BJPക്കാർ തന്നെ ആദ്യം ഒന്ന് ചിന്തിക്കണം. ഇവിടെ അവിടേക്ക് വരുന്ന അദാനി, പിന്നെ ഗ്രീൻസ് വരുന്നു, അദാനി ലോജിസ്റ്റിക്സ് വരുന്നു, അതുപോലെ തന്നെ പവർ ഗ്രിഡ് വരുന്നു, അതുപോലെ തന്നെ ഓയിൽ ആൻഡ് നാച്ചുറൽ പവർ ഗ്യാസ് കോർപ്പറേഷൻ വരുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പബ്ലിക് സെക്ടർ കമ്പനികളും സ്വകാര്യ കമ്പനികളും അവിടുത്തെ ടൂറിസം രംഗം കൈകാര്യം ചെയ്യാൻ വരികയും അവിടെ ഗതാഗത വിനിമയങ്ങളുടെ നിയന്ത്രണം നിർവഹിക്കുകയും അവിടുത്തെ കൃഷിയെ സമ്പൂർണമായിട്ട് കൈയാളുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ നാട്ടുകാരൊക്കെ അവിടെ കാഴ്ചക്കാരായി നോക്കി നിൽക്കേണ്ട ഗതികേടിലാണുള്ളത്. ഇത്തരത്തിലുള്ള വലിയൊരു ഒരു ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടത്തിയതിന് സമാനമായൊരു ചൂഷണമാണ് ഇന്ന് കശ്മീരുകാർ ഉടനീളം അനുഭവിക്കുന്നത്. അതിനു മുന്നിൽ അവർക്ക് മതവും ജാതിയും രാഷ്ട്രീയ വിഭാഗീയതകളുമില്ല. എല്ലാത്തിനും അതീതമായിട്ട് അവർ നടത്തുന്ന ഒരു വലിയൊരു അവകാശ സംരക്ഷണ പോരാട്ടമാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ മണ്ണ് സംരക്ഷിക്കാനുള്ളതാണ്, പ്രകൃതി സംരക്ഷിക്കാനുള്ളതാണ്, അവരുടെ ഭാവി തലമുറയുടെ നിലനിൽപ്പിനെ സംരക്ഷിക്കാനുള്ളതാണ്. തീർച്ചയായിട്ടും ആ സമരത്തെ വളരെ പ്രതീക്ഷയോടെ കൂടിയും വളരെ ഒരു രാഷ്ട്രീയ മുന്നേറ്റം എന്ന രീതിയിൽ തന്നെയാണ് ഒരു ജനാധിപത്യ വിശ്വാസിക്ക് സമീപിക്കാൻ കഴിയുക. എന്നാൽ അത് അക്രമങ്ങളിലേക്കും മറ്റ് വിധ്വംസക തലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ പിറകെ നിൽക്കാനും സാധിക്കില്ല. പക്ഷെ നിലവിൽ അവിടെ നടക്കുന്നത് ഒരു ജനാധിപത്യ സംരക്ഷണ പോരാട്ടമാണ്. അവിടെ അതിന്റെ പേരിലൊക്കെ അറസ്റ്റിലാകുന്ന ആളുകളെയൊക്കെ ഇവിടെ രാജ്യസുരക്ഷാ നിയമപ്രകാരമൊക്കെയാണ് ഇവർ കസ്റ്റഡിയിലെടുത്ത് അകത്തിടുന്നത്. വാങ്ചോക്ക് അടക്കമുള്ള ആളുകൾ, അദ്ദേഹം മെക്സാസെ അവാർഡ് നേടിയ ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു സാമൂഹിക വിദ്യാഭ്യാസ പരിസ്ഥിതി മുന്നേറ്റത്തിന്റെ ഒരു മുൻനിര പോരാളിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലെ ഒരാളോട് ഇത്തരത്തിൽ രാജ്യസുരക്ഷാ നിയമമൊക്കെ പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലടക്കുകയും ചെയ്യാനുള്ള ഒരു കാര്യം കൂടിയാണ് കേജ്രിവാളിന് കിട്ടിയിട്ടുണ്ട് മാക്സസ്. അല്ല, ഇവിടെ ഏത് അവാർഡ് കിട്ടിയാലും ഈ മെക്സസെ അവാർഡൊക്കെ പിന്നെ ഏതായാലും മോദി ഭരണകൂടം അധികാരത്തിൽ വരുന്നത് വരെ വലിയൊരു സാമൂഹിക അംഗീകാരത്തിന്റെയും പ്രാഗൽഭ്യത്തിന്റെയും ഒക്കെ അളവുകോലായിട്ട് തന്നെയാണ് നമ്മൾ പരിഗണിച്ചു പോന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മെക്സസെ അവാർഡ് എന്ന് ഞാനിവിടെ പരാമർശിക്കാൻ കാരണം. BJPയെ സംബന്ധിച്ചിടത്തോളം ആ അവാർഡിനോടും അത് നൽകുന്ന സിസ്റ്റത്തോടും അത് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോടൊക്കെ എന്താണ് അവരുടെ നിലപാട് എന്നുള്ളത് അത് മറ്റൊരു ചർച്ചാ വിഷയമാണ്. ഏതായാലും ഇവിടെ ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു യശസ്സിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇന്ത്യ ഞാൻ പലപ്പോഴും ഓർത്തു പോകാറുണ്ട്. പഴയ കാലങ്ങളിൽ പല വിദേശ രാജ്യങ്ങളിലുമുള്ള ജനാധിപത്യ ധ്വംസനങ്ങൾക്കെതിരായിട്ട് ഭരണകൂടങ്ങളുടെ എക്സസ് ആയ അധികാര വിനിയോഗത്തിന്റെ വിവിധങ്ങളായ സംഭവങ്ങളിൽ വലിയ ദുഃഖം രേഖപ്പെടുത്തുന്ന, ഖേദം പ്രകടിപ്പിച്ചിട്ടുള്ള, പ്രതിഷേധം അറിയിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യ രാജ്യത്താണ് ഇത്തരത്തിലൊക്കെ അന്താരാഷ്ട്ര മാനങ്ങളുള്ള വ്യക്തികൾ വരെ, വലിയ സാമൂഹിക അംഗീകാരം ലോകമെങ്ങുമുള്ള ആളുകൾ വരെ സ്വന്തം ഇൻഡിജിനസ് ആയ പ്രത്യേകതകളുടെ
നിലനിൽപ്പിന് വേണ്ടി ഒരു പോരാട്ടം നടത്തുമ്പോൾ അവരെയൊക്കെ രാജ്യസുരക്ഷാ നിയമമൊക്കെ വെച്ച് അറസ്റ്റ് ചെയ്യുക പറയുമ്പോൾ അതൊക്കെ BJP നോക്കൂ നൗഷാദ് അലി, ഈ കഴിഞ്ഞ 3-4 വർഷമായിട്ട് സോനം വാങ്ചുക്ക് അവിടെ സമരം ചെയ്യുന്നുണ്ട്. അദ്ദേഹം നിരാഹാര സമരത്തിലാണ്. അദ്ദേഹം ഒരിക്കലും ഒരു വയലന്റ് പ്രൊട്ടസ്റ്റിന് ആഹ്വാനം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ വളരെ പെട്ടെന്ന് ബുധനാഴ്ച ഈ ഒരു അക്രമ സമരം പൊട്ടിപ്പുറപ്പെടുന്നു. അതിന് പിന്നിൽ കോൺഗ്രസ് ആണ് എന്നാണ് ഷാബു ആരോപിക്കുന്നത്. കാരണം സോനം വാങ്ചുക്ക് അങ്ങനെ ഒരു സമരത്തിന് പ്രൊട്ടസ്റ്റിന് ആഹ്വാനം ചെയ്തിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ NGOയുടെ FCRA ലൈസൻസ് കട്ട് ചെയ്തതൊക്കെ മറ്റ് കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹത്തെ ലഡാക്കിൽ നിന്ന് മാറ്റിയിട്ടുമുണ്ട്. അപ്പോൾ കോൺഗ്രസ്സിന് ഇത് ആഗ്രഹമുണ്ട്, ആ സമരം വയലൻ്റ് ആവണം എന്ന ആഗ്രഹമുണ്ട്. അതിനെന്തോ തെളിവ് കാണിക്കുന്നുണ്ട്. ആരോ ഹൈഡ്രജൻ ബോംബൊക്കെ ആയിട്ട് നിൽക്കുന്നു എന്നൊക്കെയാണ് ഷാബു പ്രസാദ് പറയുന്നത്. ഇവിടെ ഞാൻ അജിംസെ, കോൺഗ്രസ് ഈ രാജ്യത്ത് അതിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തില് ഒരു വിപ്ലവ സമരം നടത്തിയ ഒരു പശ്ചാത്തലമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു പോകുന്നത്, ഇത് പെട്ടെന്ന് ഇത്തരത്തിൽ അക്രമത്തിലേക്ക് വഴിതിരിയാൻ കാരണം, അതിന്റെ ദുരൂഹ കാരണങ്ങൾ തീർച്ചയായിട്ടും അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ഈ രാജ്യത്ത് ഇന്നൊരു സമരത്തെ അക്രമത്തിലേക്ക് പരിവർത്തിപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് ആർക്കാണ് എന്നുള്ളൊരു വലിയ ചോദ്യം പ്രേക്ഷകർ ചോദിക്കട്ടെ. അതിന് ഷാബു പ്രസാദിന് അതിന് വളരെ ലളിതമായിട്ട് എനിക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും. അപ്പൊ ഇത്തരത്തിലൊക്കെ കട്ടെടുത്ത മുതലും കൊണ്ട് ഓടിയിട്ട് പിറകെ ഓടുന്നവനൊപ്പം എത്തിയപ്പോ അവനാണ് കള്ളനെന്ന് വിളിച്ചു പറയുന്ന കള്ളന്മാരുടെ ഒരു മാനസികാവസ്ഥയൊക്കെയാണ് ഷാബു പ്രസാദിന് അത്തരത്തിലുള്ള പ്രസ്താവനകളിലൂടെ. ഏതായാലും BJPയുടെ കേന്ദ്ര സർക്കാർ കോൺഗ്രസാണ് അക്രമത്തിന് പിന്നിലെന്ന് എവിടെയെങ്കിലും പ്രസ്താവന നടത്തിയിട്ട് ഞാൻ യഥാവിധി കണ്ടിട്ടില്ല. ഇത്തരത്തിലൊക്കെ ഉള്ള ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഓരോരുത്തർ പറയുന്നത് മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ശരി, ശ്രീ അഡ്വക്കേറ്റ് സമ്പത്ത്, ഇവിടെ BJP സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതോടൊപ്പം ഈ കുറ്റപ്പെടുത്തുമ്പോൾ കാണാതെ പോകാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ കേന്ദ്രഭരണ പ്രദേശ പദവി ആവശ്യപ്പെട്ടത് തന്നെ ലഡാക്ക് ബുദ്ധിസ്റ്റ് അസോസിയേഷനാണ്. അത് അവരുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ്. അതാണ് യഥാർത്ഥത്തിൽ കശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുത്തത്. അവരുടെ ആവശ്യം കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുക്കുകയായിരുന്നു. അങ്ങനെ ചെയ്തു കൊടുത്തപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് യഥാർത്ഥത്തിൽ കേന്ദ്രഭരണ പ്രദേശം ആവുക എന്നാൽ തങ്ങളുടെ സ്വയം നിർണയാവകാശം ഇല്ലാതാവുകയാണ്. അത് തിരിച്ചറിയും, ഞങ്ങൾക്ക് സംസ്ഥാന പദവി വേണം എന്ന ആവശ്യവുമായി അവർ രംഗത്ത് വരുന്നത്, കൂടുതൽ ഓട്ടോണമി വേണം എന്നാവശ്യപ്പെടുന്നത്. ഒരു കേന്ദ്ര സർക്കാരിനോട് ഒരു ആവശ്യം വയ്ക്കുമ്പോൾ ആ ആവശ്യത്തിന് ഇപ്പോൾ വളരെ പെട്ടെന്ന് ഫലപ്രാപ്തി ഉണ്ടാകും. അങ്ങനെ ഫലപ്രാപ്തി ഇല്ലെങ്കിൽ അക്രമസമരം നടത്തിക്കളയെന്നൊക്കെ ചിന്തിക്കുന്നത് ശരിയാണോ? അജിംസ, എനിക്കൊരു 4 മിനിറ്റ് ദയവായി നൽകിയാലും. ഒന്ന്, ഞങ്ങളുടെ പാർട്ടി CPIM ഇപ്പോൾ ലഡാക്കിൽ ജനങ്ങളുടെ നേർക്ക് അവിടുത്തെ ഈ യൂണിയൻ ടെറിട്ടറി ഭരണകൂടത്തിൻ്റെ, കേന്ദ്രഭരണ പ്രദേശം എന്നുള്ള നിലയിലുള്ള ഭരണകൂടത്തിൻ്റെ, അതായത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. അങ്ങനെ ജനങ്ങൾക്ക് നേർക്ക് നടക്കുന്നതായിട്ടുള്ള അടിച്ചമർത്തലിനെ CPMൻ്റെ പോളിറ്റ് ബ്യൂറോ ശക്തമായി അപലപിക്കുകയാണ്. അവിടെ മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടതും അവിടെ ഈ സ്വത്തുവകകൾക്ക് നാശമുണ്ടായതും നിരവധി ആളുകൾ അത്തരത്തിൽ പരിക്കേറ്റതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതെല്ലാം തന്നെ ഞങ്ങൾ അപലപിക്കുകയുമാണ്. കഴിഞ്ഞ 6 വർഷമായി ലഡാക്കിലെ ജനത അവർ സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ടും ഇന്ത്യൻ ഭരണഘടനയിലെ ഷെഡ്യൂൾ 6 അനുസരിച്ചുള്ള പദവി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭത്തിലാണ്. അവരത് സമാധാനപരമായും സത്യാഗ്രഹ മാർഗത്തിലും അതുപോലെ തന്നെ നിരാഹാര സമരത്തിലും മറ്റു വിധത്തിലൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ഒപ്പം അവർ ഇതോടൊപ്പം ആവശ്യപ്പെട്ടിട്ടുള്ള വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് ഈ ലേ അപ്പെക്സ് ബോഡി, അത് അവരിപ്പോൾ ഈ സമരവുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, ഇവർ നിരന്തരമായി നടത്തുന്ന ഈ ഇവരുടേതായിട്ടുള്ള ഈ പ്രക്ഷോഭങ്ങൾ ബധിരകർണങ്ങളിലാണ് നിർഭാഗ്യവശാൽ പതിക്കുന്നത് എന്ന് പറയേണ്ടി വരും. CPM ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, അവിടെയുള്ള എല്ലാ അടിച്ചമർത്തൽ നടപടികളും ഉടനടി അവസാനിപ്പിക്കുകയും ഇവിടെ ചർച്ചകളിലൂടെ ഇതിന് പരിഹാരം തേടുകയും വേണം. ജനങ്ങളെ വേട്ടയാടിക്കൊണ്ട്, ജനങ്ങളുടെ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട്, ജനങ്ങളുടെ ശബ്ദത്തെ വെടിയുണ്ടക്കിരയായിക്കൊണ്ട് ഗോലിമാരോ അത്തരത്തിൽ അത് നടപ്പാക്കിക്കൊണ്ടല്ല ഒരു രാഷ്ട്രീയ വിഷയം പരിഹരിക്കേണ്ടത്. ഇതൊരു രാഷ്ട്രീയ വിഷയം. ജീവൻ നഷ്ടപ്പെട്ടവർക്കും മറ്റു രീതിയിൽ പരിക്കേറ്റവരും അങ്ങനെ ഉള്ളവരുണ്ട്. അവർക്കെല്ലാവർക്കും നഷ്ടപരിഹാരം അടക്കം നൽകണം. അതൊരു പൂർണ്ണമായ രീതിയിൽ അത്തരത്തിൽ അതിനെല്ലാം പരിഹാരമാവില്ല എങ്കിലും അവിടെ ഒരു ഇത്തരത്തിൽ ആ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ കഴിയണം. ഇതിൻ്റെ തുടക്കം എന്നുള്ളത്
ഇപ്പോൾ നമ്മൾ 1952 മുതൽ 2019 വരെ ഈ ലഡാക്ക് കൂടി ചേർന്നതായ ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന് ജനങ്ങൾ തിരഞ്ഞെടുത്തതായ എം എൽ എമാരുടെ ഉത്തരവാദിത്വമുള്ള ഒരു എക്സിക്യൂട്ടീവ്, ഒരു മന്ത്രിസഭയും ഉണ്ടായിരുന്നല്ലോ ജിംസെ, അല്ലേ? 1952 മുതൽ 2019 വരെ. എങ്ങനെയാണ് പൊടുന്നനെ എന്ന് ഞാൻ പറഞ്ഞത് ഓഗസ്റ്റ് മാസം 5-ാം തീയതി 2019 നടന്നത് എന്നുള്ളത് ഇങ്ങനെ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ രാജ്യസഭയിൽ വെച്ച് അന്നത്തെ ടുഡേയ്സ് ലിസ്റ്റ് ഓഫ് ബിസിനസ്സിൽ പോലും നേരത്തെ നൽകിയിട്ടില്ലാത്തത് അദ്ദേഹത്തിൻ്റെ കീശയിൽ നിന്ന് വലിച്ചെടുത്ത ഒരു കടലാസ് കഷണം ഇങ്ങനെ വായിക്കുമ്പോഴേക്കും ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങൾ 28ആയി ചുരുങ്ങുകയും അതിൽ തന്നെ ജമ്മു കാശ്മീർ എന്നുള്ള സംസ്ഥാനം, കേന്ദ്രഭരണ പ്രദേശം, അത് അവിടുത്തെ ജനങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ അവകാശം, അവരുടെ MLA-മാർക്കുണ്ടായിരുന്ന അവകാശം, അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു ഗവൺമെൻറ്, ഇതൊന്നും ഇല്ലാതാവുന്നു. ഇപ്പുറത്തെ ലഡാക്കിന് അങ്ങനെ ഒരു ലെജിസ്ലേച്ചർ, ഒരു നിയമനിർമ്മാണ സഭ പോലും ഇല്ലാതാവുന്നു. നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ശ്രീ ഷാബുവിനും അതുപോലെ തന്നെ ശ്രീ നൗഷദ് അലിക്കും എനിക്കും ഉണ്ടാവട്ടെ. നമ്മളെല്ലാം പഠിച്ചു വളർന്നതായ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മുടെ രാഷ്ട്രത്തിൽ എവിടെയെങ്കിലും കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നുള്ളത് പിന്നീട് ഗോവ പോലെ, അല്ല ഡൽഹി പോലെ ഒക്കെയായി അത്തരത്തിൽ ആ പുതുച്ചേരി ഉൾപ്പെടെ അവർക്കെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭകൾ വന്ന് അത് പൂർണ്ണ സംസ്ഥാന പദവിയിലേക്ക് പിന്നീട് വന്നിട്ടുള്ളത് പോലെ, ഗോവ പോലെയെല്ലാം അങ്ങനെയാണല്ലോ വന്നത്, പൂർണ്ണ സംസ്ഥാന പദവിയിലേക്ക്. കേരളത്തിന് തുല്യമാണല്ലോ അവരും, ഒരു ഭൂപ്രദേശം കൊണ്ടും ജനസംഖ്യ കൊണ്ടും കുറവാണെങ്കിലും. ഇതെപ്പോഴാണ് ഇതിങ്ങനെ വെട്ടിക്കുറയ്ക്കൽ വന്നു തുടങ്ങിയത്? അത് BJP സർക്കാരിൻ്റെ 2ാം ഊഴത്തിലാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം വന്നിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ് ചെയ്തത്? തങ്ങൾക്കത്തരത്തിൽ അധികാരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. താങ്കളുടെ ഈ ആക്ഷേപം ശരിയാണെങ്കിലും ലഡാക്കിന്റെ കാലങ്ങളായുള്ള ആവശ്യമാണ്. ലഡാക്ക് ബുദ്ധിസ്റ്റ് കൗൺസിൽ നിരന്തരം കോൺഗ്രസ് സർക്കാരുകളോട് പറഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് കശ്മീരിന്റെ ഭാഗമാവണ്ട, ഞങ്ങൾക്ക് ഒരു കേന്ദ്ര പ്രദേശമാക്കൂ. അത് BJP കേട്ടു. അതിലെന്താ തെറ്റ്? മറ്റൊരു കാര്യം, ഈ ജനങ്ങളുടെ പ്രക്ഷോഭത്തെ അടിച്ചമർത്തതെന്ന് CPM പ്രസ്താവന ഇറക്കുമ്പോൾ BJP ഓഫീസ് കത്തിച്ച പോലീസ് നോക്കിക്കോ. അക്രമ സംഭവങ്ങളെ ന്യായീകരിക്കാനല്ല ഞാനിവിടെ ഇരിക്കുന്നത്. ഇവിടെ BJP പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിൽ അജിംസെ, ഈ 2024 തെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പേര് മുഹമ്മദ് ഹനീഫ എന്ന ഒരു വ്യക്തി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ എങ്ങനെയാണ് ലഡാക്കിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്? BJPയുടെ കരണക്കുറ്റിക്കേറ്റ ആദ്യത്തെ അടി എന്നുള്ളത് 4 വർഷത്തിന് മുമ്പ് നടന്ന അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് സീറ്റുകൾ കുത്തനെ ഇടിഞ്ഞു. ഇതെല്ലാം തന്നെ ജനങ്ങളുടെ രോഷമാണ് പ്രകടിപ്പിക്കുന്നത്. ഇതിവിടെ മാത്രമല്ല, ജമ്മു കാശ്മീരിലെ, അതിപ്പോൾ അപ്പുറത്ത് നമ്മൾ ഈ പുതിയ JNK ആയി അങ്ങനെ കാർവ് ചെയ്തെടുത്തിട്ടുള്ള സ്ഥലത്ത് തന്നെ അവിടുത്തെ തദ്ദേശവാസികൾക്ക് നേരത്തെ അവരുടേതായ സ്ഥാവര സ്വത്തുക്കളിൽ ഭൂമിയിൽ ഉണ്ടായിരുന്ന അവകാശം അത് വല്ലാതെ ഇടിഞ്ഞിരിക്കുകയാണ്. ഈ ജമ്മു കാശ്മീരിന് പുറത്തു നിന്ന് അത്തരത്തിൽ വലിയ കോർപ്പറേറ്റുകൾക്ക്, സമ്പന്ന കുടുംബങ്ങൾക്ക്, ശതകോടീശ്വരന്മാർക്ക് അവിടേക്ക് പോയി ഇത്തരത്തിൽ ആ നാടിനെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ കൊള്ളയടിക്കാൻ കഴിയുന്ന നിലയിലേക്ക് എന്ന് വരികയാണ്. ഇന്ത്യയിൽ പ്രകൃതി സമ്പത്ത് കൊണ്ട് അത് അനുഗ്രഹീതമായ നാടുകളാണ് ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം. ജനങ്ങളിൽ നിന്ന് അതെല്ലാം തട്ടിത്തെറിപ്പിക്കുന്നതിന് അത്തരത്തിൽ ഞങ്ങളിൽ നിന്നെല്ലാം പോകുമെന്നുള്ള ഭയപ്പാട് അതെല്ലാം അവരിൽ അങ്കുരിക്കുമ്പോൾ അവരിലെ വ്യാപകമായ തൊഴിലില്ലായ്മ, അസംതൃപ്തിയെല്ലാം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ പറയുന്നതിൽ മറ്റൊന്നും ധരിക്കരുത്. ജയിൽവാസത്തെക്കുറിച്ചെല്ലാം നിങ്ങൾക്കെല്ലാം പറയാം. ഞാൻ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളവനാണ്. ഞാൻ അഭിഭാഷകൻ എന്നുള്ള നിലയിലല്ലാതെ തന്നെ ഞാൻ കോടതിയിൽ പ്രതിയായി പലപ്പോഴും പോയിട്ടുള്ളവനാണ്. കൈവലം കിട്ടുകൊണ്ട് പോലീസുകാർ എന്നെ കൊണ്ടുപോയിട്ടുമുണ്ട്. എൻ്റെ പിതാവ് 1.5 കൊല്ലക്കാലം എന്തിനാണ് ചൈനാചാരൻ എന്ന അത്തരത്തിൽ മുദ്ര കുത്തിയിട്ടാണ് ഗവൺമെൻറ് ശിക്ഷിച്ചതല്ല. കരുതൽ തടങ്കൽ നിയമപ്രകാരം ഇന്ത്യയുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 20 അനുസരിച്ച് അതിന് സാധുതയുണ്ട് എന്നുള്ളത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ചൈനാചാരൻ എന്ന മുദ്ര കുത്തി ആ മനുഷ്യൻ ഉൾപ്പെടെയുള്ളവരെ ജയിലിലടച്ചത്. ഇവിടെ ആരെയും നമുക്ക് ചാരന്മാരെന്ന് വിളിക്കാം. ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞൊരു കാര്യം, എനിമി നേഷൻ എന്നുള്ള നിലയിലേക്ക്. എനിമി നേഷൻ ആരാണ് പ്രഖ്യാപിക്കുന്നത്? ശ്രീ ഷാബു. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇവിടെ പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് നിങ്ങൾ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ പറഞ്ഞോളൂ. BJP ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ അത് ഓൺ ചെയ്യില്ല. ഇവിടെ നമ്മുടെ രാജ്യത്ത് ഒരു ശത്രു രാജ്യത്തെ പ്രഖ്യാപിക്കണമെങ്കിൽ ഇന്ത്യ എന്ന രാഷ്ട്രത്തിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 352 അനുസരിച്ചുള്ള അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഒരു രാഷ്ട്രത്തെ ശത്രു രാജ്യമായി പ്രഖ്യാപിക്കാൻ കഴിയൂ.
ഇന്ത്യ ഒരു രാഷ്ട്രത്തെയും ശത്രു രാജ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെ ശത്രു രാജ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ എൻ്റെ ഈ വർത്തമാനം നിർത്തുന്നതിന് മുമ്പ് ആദരണീയനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം കുറിച്ചതായ സോഷ്യൽ മീഡിയയിൽ എക്സിൽ അദ്ദേഹം കുറിച്ചത് ഒന്ന് വായിക്കാൻ ദയവായി അനുവദിച്ചാലും. ഇംഗ്ലീഷിലായിരുന്നു അദ്ദേഹത്തിൻ്റെ എക്സിലെ പോസ്റ്റ്, ലോകം മുഴുവൻ അറിയട്ടെ എന്നുള്ളത് കൊണ്ട്. കൺക്ലൂഡിങ് എ പ്രൊഡക്റ്റീവ് വിസിറ്റ് ടു ചൈന where I attended the SCO summit and interacted with various world leaders. Also, emphasized India's stand on key global issues. Thankful to President Xi Jinping, the Chinese government, and the people for the successful organization of. ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ബി ജെ പിക്ക് വേണ്ടി അത്തരത്തിൽ മറ്റൊരാൾ, ഇപ്പോൾ ബി ജെ പി അനുഭാവി എന്നല്ലെങ്കിൽ ബി ജെ പിയുടെ വക്താവ് എന്നുള്ള നിലയിലൊന്നും അല്ലാതെ വലത് നിരീക്ഷകൻ എന്നുള്ള മുദ്ര ചാർത്തിക്കൊണ്ട് അദ്ദേഹം പറയുമ്പോൾ ബി ജെ പിയേക്കാൾ വല്ലാത്ത തീവ്ര വലതുപക്ഷത്തിൻ്റെ നിലപാടിൽ നിന്നുകൊണ്ട് എനിക്കങ്ങനെ പറയാമല്ലോ എന്നുള്ളത് യഥാർത്ഥത്തിൽ അങ്ങനെ പറയുന്നത് തന്നെയാണ് രാജ്യദ്രോഹം. അല്ലാതെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണം, പരിഹരിക്കണം എന്ന് പറയുന്നവരെ അല്ല രാജ്യദ്രോഹികളായി മുദ്ര കുത്തേണ്ടത്. മാധ്യമപ്രവർത്തകരെ അല്ല രാജ്യദ്രോഹികളായി മുദ്ര കുത്തേണ്ടത്. ഇപ്പോൾ ഈ ദേശസുരക്ഷാ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലടയ്ക്കപ്പെടുന്ന അത്തരത്തിലുള്ള ആളുകളെ അല്ല രാജ്യദ്രോഹികളായി മുദ്ര കുത്തേണ്ടത്. വിഷയം രാഷ്ട്രീയമായി പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് ചർച്ചകളാണ് അനിവാര്യമായിട്ടുള്ളത്. അതിന് ഇത്തരത്തിൽ ഈ വെടിയുണ്ടകളും അത്തരത്തിലുള്ള കാര്യങ്ങളും അല്ല. അനുരാഗ് താക്കൂർ എന്നുള്ള ഒരു യൂണിയൻ മന്ത്രി അത്തരത്തിൽ ഡൽഹിയിൽ കലാപം അഴിച്ചുവിടുന്നതിന് വേണ്ടി നടത്തിയൊരു പ്രസ്താവനയെ സംബന്ധിച്ച് ബൃന്ദ കാരാട്ട് നൽകിയതായ ഹർജിയിൽ അത് സുപ്രീം കോടതി വരെ എത്തിയപ്പോൾ ഈ പറയുന്ന ശ്രീ അനുരാഗ് താക്കൂർ തന്നെ പറഞ്ഞു, ഞാൻ അങ്ങനെ അല്ല പറഞ്ഞിട്ടുള്ളത് എന്നുള്ള നിലയിലേക്ക്. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അങ്ങനെ ആയിരുന്നുവെന്നും അതിനപ്പുറമാണ് എന്നും ചില ആളുകൾ പറഞ്ഞാൽ എനിക്ക് അവരോട് മറ്റൊന്നും പറയാനില്ല. ശരി, അനുരാഗ് ഠാക്കൂർ ഗോലി മാരോ എന്നാണോ മോരും വെള്ളം തായോ എന്നാണോ പറഞ്ഞതെന്ന് നമുക്കറിയില്ല. നമ്മൾ കേട്ടതാണ് എന്താണ് വാക്കുകൾ എന്നുള്ളത്. ഞാൻ മടങ്ങിയ ഒരു അതിഥികളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം ഞാൻ ദാമോദർ പ്രസാദിലേക്ക് വരാം. അതിന് മുമ്പ് ഷാബു പ്രസാദിലേക്ക്. ഷാബു, ഈ പ്രൊട്ടസ്റ്റുകളുടെ ഒരു സ്വഭാവത്തെക്കുറിച്ച് അങ്ങ് മുമ്പ് പറഞ്ഞു, അത് രാജ്യദ്രോഹമാവുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാൻ ചില ഉദാഹരണങ്ങൾ അങ്ങനെ മുമ്പിൽ വയ്ക്കുകയാണ്. പൗരത്വ പ്രക്ഷോഭം, അത് ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി ഉള്ള ആളുകൾ നടത്തിയ പ്രക്ഷോഭമായിരുന്നു. അത് രാജ്യദ്രോഹ പ്രക്ഷോഭമായി മാറി. ആളുകൾ UAP ചാർത്തപ്പെട്ട് ജയിലിൽ കിടക്കുകയാണ്. കർഷക സമരം നമ്മൾ കണ്ടു. കർഷക സമരം എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ നേരിട്ടതെന്ന് നമ്മുടെ മുമ്പിൽ തെളിവുണ്ട്. അതൊരു സിഖ് ഐഡൻറ്റിറ്റി ഉള്ള കർഷകർ നടത്തിയ സമരമായിരുന്നു. ഇപ്പോൾ ലഡാക്കിൽ ബുദ്ധിസ്റ്റ് ഐഡൻറ്റിറ്റി ഉള്ളവർ സമരം നടത്തുന്നു, അതും രാജ്യദ്രോഹമാണ്. ഇനി ഞാൻ അങ്ങയുടെ മുമ്പിൽ മറ്റൊരു സമരം വയ്ക്കാം. അഗ്നിപഥ് സമരം. അഗ്നിവീർ പദ്ധതിക്കെതിരെ ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെമ്പാടും പ്രക്ഷോഭങ്ങൾ നടന്നു. ട്രെയിനുകൾ കത്തിച്ചു, നിർത്തിയിട്ട ട്രെയിനുകൾ കത്തിച്ചു. ഒരാളെയും ഈ പറഞ്ഞ പോലെ ഒരാളും BJPയുടെയോ താങ്കളെപ്പോലെയോ കേന്ദ്ര സർക്കാരിൻ്റെ ആരും അതിന് രാജ്യദ്രോഹമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അവരുമായി സംസാരിച്ച പ്രക്ഷോഭം തീർക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സമരം ചെയ്യുന്നവരുടെ വസ്ത്രം നോക്കി അവരുടെ ഐഡൻറ്റിറ്റി തിരിച്ചറിയാം എന്ന് പറയുന്ന പ്രധാനമന്ത്രി മോദിയുടെ നിലപാടാണോ ഈ സമരങ്ങളോടുള്ള BJPയുടെ നിലപാട്? കേൾക്കുന്നില്ല ഷാബു, മ്യൂട്ട് ചെയ്തിരിക്കുകയായിരിക്കും. അജിംസെ, അത് താങ്കളുടെ ആ രാഷ്ട്രീയ കുടിലതയോടുകൂടിയുള്ള വീക്ഷണത്തിന്റെ പ്രശ്നമാണ്. അതിന് എനിക്കൊന്നും ചെയ്യാനില്ല. അതിന് താങ്കൾ തന്നെ പരിഹാരം കാണുക. അതായത് നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന എന്തോ അതിനെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ രാജ്യദ്രോഹത്തിന്റെ ആ പരിധിയിൽപ്പെടുത്തുക. അത് ആരും ചെയ്താലും. പിന്നെ ഇവിടെ ഇദ്ദേഹം ഒരു വലിയ ക്ലാസ് ഇവിടെ എടുത്തു. ശത്രു രാജ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം എന്താണ്, അതിങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ശ്രീ ബഹുമാനപ്പെട്ട സമ്പത്ത് ഇവിടെ വലിയൊരു ക്ലാസ് എടുത്തു. പ്രിയപ്പെട്ട അദ്ദേഹം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംവാദകനാണ് അദ്ദേഹം. എൻ്റെ പൊന്ന് സമ്പത്ത് സാറേ, സഖാവേ, എനിക്കിങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളോ വലിയ വലിയ നിർവചനങ്ങളോ ഒന്നും എനിക്കറിയില്ല. എനിക്ക് ആകപ്പാടെ അറിയാവുന്നത് ശത്രു രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തോട് ശത്രുതയുള്ള, ആ ശത്രുതയുടെ ചരിത്രമുള്ള ആരോ അവരാണ് ശത്രു രാജ്യം. അതാണ് എന്നെ പോലെയുള്ള സാധാരണക്കാരുടെ നിർവചനം. നമ്മളെയൊക്കെ ആ വഴിക്കങ്ങ് വിടുക. നിങ്ങൾ വലിയ വലിയ നിർവചനങ്ങളൊക്കെ നടത്തിക്കോളൂ. ചൈന എന്താണ് ചൈനയ്ക്ക് ഇന്ത്യയോട് ഉണ്ടായിരുന്നത്, പാകിസ്ഥാൻ ഉണ്ടായിരുന്നത്, ഇപ്പോഴുള്ളത്, ഇതൊക്കെ നമുക്ക് എന്നെ പോലെയുള്ള വളരെ വെറുതെക്കാരായിട്ടുള്ള വളരെ സാധാരണക്കാരായിട്ടുള്ള ചില വീക്ഷണങ്ങളുണ്ട്. അതൊക്കെ അങ്ങേപോലെയുള്ള വലിയ 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 താത്വികാചാര്യന്മാർക്ക് ദഹിക്കുന്നതാവണമെന്നില്ല. അതുകൊണ്ട് താങ്കളൊക്കെ നിർവചനങ്ങളുടെ വഴിയെ പോവുക. എന്നെ പോലെയുള്ള സാധാരണക്കാർ സാധാരണ മനസ്സിലാക്കലുകളുടെയും അണ്ടർസ്റ്റാൻഡിങ്ങുകളുടെയും അവിടെ നിന്നുകൊള്ളാം. അപ്പം അതങ്ങനെ പോട്ടെ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് ശത്രുത കാണിച്ചിട്ടുള്ള, നമ്മളോട് ശത്രുതാപരമായി പെരുമാറിയിട്ടുള്ള, നമ്മളോട് യുദ്ധം ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ ശത്രു രാജ്യങ്ങളാണ്. ഒരു സാധാരണ പൗരന്റെ വീക്ഷണമാണ് ഞാനിപ്പോൾ.
പിന്നെ ഇവിടെ അജിൻസിന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞു പൊടുന്നനെ ഇവിടെ ഒരു കാര്യത്തിൽ ഞാൻ അംഗീകരിക്കുന്നുണ്ട്, അത് എല്ലാവരും അതിൻ്റെ അകത്ത് ഒരേപോലെ ചെയ്യുന്നുണ്ട്. അതായത് ഈ അക്രമമാർഗത്തിലേക്ക് തിരിഞ്ഞതിനെ ആരും ന്യായീകരിക്കുന്നില്ല എന്ന്. അത് വളരെ പോസിറ്റീവ്, ഈ ചർച്ചയുടെ വളരെ ഒരു പോസിറ്റീവായ വശമായി ഞാൻ എടുക്കുന്നു. അല്ല, ഷാബു എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുപോയി. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ചില സമരങ്ങൾ മാത്രം രാജ്യദ്രോഹവും ചില സമരങ്ങൾ രാജ്യദ്രോഹം അല്ലാതായി പറഞ്ഞില്ല. അതാ പറഞ്ഞത്. അതായത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന രീതിയിലുള്ള ഇതേപോലെയുള്ള സംഭവങ്ങൾ ഏതോ അത് ആര് ചെയ്താലും അത് രാജ്യദ്രോഹത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അത് അവിടെ ഐഡന്റിറ്റിയോ അല്ലെങ്കിൽ ഒരു ആ ഐഡന്റിറ്റി ആ രീതിയിൽ കാണുന്നത് താങ്കളുടെ രാഷ്ട്രീയ കുടിലതയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ല, സൈന്യത്തിൽ നടപ്പാക്കുന്ന ഒരു പുതിയ പദ്ധതിക്കെതിരെ സമരം ചെയ്താൽ അത് രാജ്യദ്രോഹമല്ല. ഒരു പുതിയ നിയമം, പാർലമെന്റ് ഒരു പുതിയ നിയമം ഉണ്ടാക്കിയാൽ അതിനെതിരെ സമരം ചെയ്താൽ രാജ്യദ്രോഹമാണ്. അതല്ലെങ്കിൽ BJP കള്ളമാണ് എന്ന് പറയുന്ന ഒരു നറേറ്റീവ്, ആ നറേറ്റീവ് ഉയർത്തുന്നതൊക്കെ രാജ്യദ്രോഹമാണ്. ആരാണ് ഈ രാജ്യദ്രോഹം നിശ്ചയിക്കുക? അല്ല, അതാ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ ഇദ്ദേഹം ഇവിടെ സമ്പത്ത് സഖാവ് എന്താണ് ശത്രു രാജ്യം എന്നതിന് ഒരു ഒരു 1.5 ഫർലോങ് നീളമുള്ള നിർവചനം ഇവിടെ കൊടുത്തല്ലോ. അതേപോലെ തന്നെ പക്ഷെ എന്നെ പോലെയുള്ള സാധാരണക്കാർ എങ്ങനെയാണ് അത് നിർവചിക്കുന്നത്, എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നും ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ നമ്മുടെ ഷാബുപ്രസാദ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ രാജ്യദ്രോഹത്തിന്റെ മാനദണ്ഡം എന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ 2023 DRDOയിലെ ശാസ്ത്രജ്ഞനായിരുന്ന പ്രമോദ് കുരുൾക്കർ എന്ന് പറയുന്ന ഒരാൾ ഇന്ത്യയുടെ പ്രതിരോധ രഹസ്യം ചോർത്തി പാകിസ്ഥാനിൽ ഒരു ചാരസുന്ദരിക്ക് കൈമാറിയതിന്റെ പേരിൽ അറസ്റ്റിലായി. അത് രാജ്യദ്രോഹമാണോ? സംശയം എന്താ? അയാൾ RSS അത് പ്രത്യേക ഒരു ചർച്ചയുടെ ആവശ്യമുണ്ടോ? അത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന രീതിയിൽ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ രഹസ്യങ്ങൾ തോർത്തി ശത്രു രാജ്യത്തിന് വിറ്റ് കഴിഞ്ഞാൽ അതിന് വേറെ എന്ത് പേരാണ് ജിംസെ വിളിക്കേണ്ടത്? ഓക്കെ, അല്ല, ഞാൻ ചോദിക്കുകയാണ്, അതിന്റെ ഒരു മാനദണ്ഡം ചോദിച്ചതാണ്. അയാൾ RSSകാരനായിരുന്നു. അല്ല, മാനദണ്ഡം ഇത് കൂടുതൽ എന്താ വേണ്ട? രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന പ്രവർത്തികൾ ആര് ചെയ്താലും അതിനിപ്പോ അവിടെ ആരുടെ ഐഡന്റിറ്റി ഒന്നും നോക്കേണ്ട കാര്യമില്ല. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണോ എങ്കിൽ അത് രാജ്യദ്രോഹമാണത്. അത് DRDO ശാസ്ത്രജ്ഞൻ ചെയ്താലും ഷാബു പ്രസാദ് ചെയ്താലും അജിംസ് ചെയ്താലും. ശരി, ശ്രീ ദാമോദർ പ്രസാദ്, ഇവിടെ ഈ സമരത്തിന്റെ ലക്ഷ്യം അത് വിജയിക്കുമോ ഇല്ലേ എന്നും അറിയില്ല. കാരണം കേവലം 3 ലക്ഷം മാത്രമാണ് അവിടുത്തെ ജനസംഖ്യ. പക്ഷെ അവിടെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള വലിയ സ്വാത്ത് ഓഫ് ലാൻഡ് ഉണ്ട്. വലിയ ഭൂപ്രദേശമാണ് ലഡാക്ക് എന്ന് പറയുന്നത്. ഭൂരിഭാഗം സ്ഥലത്തും മനുഷ്യവാസമില്ല. അവിടെ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് യൂണിയൻ ടെറിട്ടറി ആക്കിയപ്പോൾ തന്നെ അവിടെ വലിയ തോതിലുള്ള സോളാർ പദ്ധതികൾ വരുന്നു, വിൻഡ് മില്ലുകൾ സ്ഥാപിക്കാൻ പോകുന്നു. പക്ഷേ ഈ ആളുകളുടെ ആവശ്യം ഞങ്ങൾക്ക് തൊഴിൽ തരൂ, അവിടെ ഒരു PSC സ്ഥാപിക്കൂ എന്നൊക്കെയാണ്. അവർക്ക് ജീവിതം പ്രശ്നമാണ്, ജീവിതം ബുദ്ധിമുട്ടിലാണെന്ന് അവർക്ക് ഈ കശ്മീരിൽ നിന്ന് വേർപെട്ടതോടെ തോന്നി. അതായിരിക്കുമോ ഈ പ്രശ്നം കൂടുതൽ വയലൻ്റ് ആവാനുള്ള കാരണം? അത് പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ അതിന് മുമ്പായിട്ട് ഈ ഷാബു പ്രസാദിൻ്റെ അഭിപ്രായങ്ങൾ ഇങ്ങനെ മറുപടി ലഭിക്കാതെ അദ്ദേഹത്തിൻ്റെ വികാരമാണ് ഈ ഇന്ത്യയുടെ വികാരം എന്ന അദ്ദേഹത്തിൻ്റെ സാമാന്യ ബുദ്ധി, അങ്ങനെ കുറേ നിർവചനമുണ്ട്. ആ സാമാന്യ ബുദ്ധി മറ്റുള്ള സാമാന്യ ബുദ്ധിനെ പുറത്ത് പ്രവഹിക്കുമ്പോൾ മറ്റ് പല നിഷ്കളങ്കരും പാവപ്പെട്ടവരും നിർദാക്ഷ്യം ജയിലിലടക്കപ്പെടുന്ന ഒരു ഗതികെട്ട സാഹചര്യം ഷാബു പ്രസാദിനെ പോലെ ആൾക്കാർ മനസ്സിലാക്കണം. അത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയോ സർക്കാരിനെയോ അതിനെതിരെ എന്ത് വിമർശനം ഉന്നയിച്ചാലാണ് രാജ്യദ്രോഹ കുറ്റവാളികളായി അതിന് രാജ്യദ്രോഹത്തിൽ നിങ്ങൾക്ക് യാതൊരു നിർവചനമില്ല. ഇപ്പോൾ അദ്ദേഹത്തിനെ സമ്മതിക്കണം. എൻ്റെ മനസ്സ് തോന്നിയ വികാരം, ആ മനസ്സ് വികാരങ്ങൾക്ക് ഇരയാവുന്ന ആരാ? അതായത് ഒരു വ്യക്തിയുടെ മനസ്സ് തോന്നുന്ന വികാരമാണ് മറ്റുള്ള ഇരയാക്കാനുള്ള മാനദണ്ഡമായി മാറുന്നത്. എന്താണത്? അപ്പോൾ നാട്ടിലെ നിയമങ്ങൾ തനിക്ക് ബാധകമേ അല്ല, നാട്ടിലെ നിയമം നിർവചിക്കുന്നതനുസരിച്ചല്ല ഞാൻ പ്രവർത്തിക്കുക. എൻ്റെ വികാരം, ഈ വികാരമാണ് ഇവിടെ അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. ഈ വികാരമാണ് ചൂഷണം ചെയ്താലുള്ള പാവപ്പെട്ടവരും വളരെ എന്താ പറയുക, ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ആൾക്കാർ അവർക്കതിനൊരു കുറ്റം ഇതിനെ തെളിയിക്കപ്പെട്ടിട്ടില്ല, ഒരു കുറ്റം തെളിയിക്കപ്പെട്ടില്ല. അപ്പോൾ അവരെയൊക്കെയാണ് ജയിലിൽ കൊണ്ട് അടയ്ക്കുന്നത്. അപ്പോൾ ഈ വികാരമാണ് പ്രശ്നം. ഈ വികാരമാണ് നിങ്ങൾ ദേശീയ വികാരമായിട്ട് ഉയർത്തിക്കൊണ്ട ഒരു വികാരമല്ല. അതൊക്കെ ഈ പറഞ്ഞില്ലേ, അത് നിങ്ങളെന്നെ സമ്മതിക്കേണ്ടത് ഞാൻ അതിനെക്കുറിച്ച് കാര്യം പഠിച്ചിട്ടില്ല എന്ന്. ആ പഠിപ്പില്ലാത്ത നിരക്ഷരമായ വികാരം എന്ന് പറയാം. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എന്താണെന്ന്. വേറൊരു കാര്യം, ഈ ദോക്ലാമിലെ കയ്യേറ്റത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി പലതവണയും പ്രശ്ന സമയത്ത് കേന്ദ്ര സർക്കാർ നിശബ്ദ പാലിക്കുകയാണ് ചെയ്തത്. നമ്മുടെ മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമാണത്. ഒരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് പ്രശ്നമല്ല. ഇതിൻ്റെ ബിഗ്ഗർ പിക്ചർ എന്താണ്? കേന്ദ്ര സർക്കാരിൻ്റെ ഫെഡറലിസ്റ്റിനോട് സമീപനം തന്നെയാണ് ലേയിലും ലഡാക്കിലും ആർട്ടിക്കിൾ 370 മിസോറാമിലും നമ്മൾ എന്താ പറയുക അരുണാചൽ പ്രദേശിലും
എല്ലാ സ്ഥലത്തും കാണുന്നത്, മണിപ്പൂരിലും കാണുന്നത്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിലും പല രീതിയിൽ. അത് ഓരോ സ്ഥലത്തേക്ക് ഓരോ സ്ട്രാറ്റജിയാണ്. അതായത് ഫെഡറലിസത്തിന് യാതൊരു മാനദണ്ഡമില്ലെന്നും എല്ലാ സ്ഥലവും കേന്ദ്രീകരിക്കുകയും എന്തിനാണ് കേന്ദ്രീകരിക്കുന്നത്, ആ കേന്ദ്രീകരിക്കുന്ന സമയത്താണ് അജിംസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കടന്നു വരുന്നത്. അതായത് ഈ കേന്ദ്രീകരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കോർപ്പറേറ്റുകൾ, അതായത് കേന്ദ്ര സർക്കാരിന് താല്പര്യമുള്ള കോർപ്പറേറ്റുകളെ ആ മേഖലയിൽ ചൂഷണത്തിനും വികസനത്തിനും വേണ്ടി പറഞ്ഞയക്കുക. അവർക്ക് അവിടെ അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വികസന പ്രക്രിയകളെ ആരംഭിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ സംവിധാനം നടക്കുന്നത്. അപ്പോൾ വലിയ തോതിലുള്ള, അതായത് വലിയ തോതിൽ എക്യുമുലേഷൻ, അതിനാണ് പ്രിമിറ്റീവ് എക്യുമുലേഷൻ എന്ന് നമ്മൾ മാർക്സിസ്റ്റ് ചെയ്യുന്ന പ്രിമിറ്റീവ് എക്യുമുലേഷനാണ് ഈ സ്ഥലങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിസ്തൃതമായ സ്ഥലങ്ങളിൽ ടൂറിസ്റ്റിൻ്റെ പേരിലാണ്, വികസനത്തിൻ്റെ പേരിലാണെങ്കിലും അവിടുത്തെ പാരമ്പര്യമായിട്ടുള്ള ധാതുസമ്പത്തിൻ്റെ പേരിലാണെങ്കിലും ഈ അക്യുമുലേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ എക്യുമുലേഷനാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ഈ കേന്ദ്രീകൃതവും അതിനുവേണ്ടി രാജ്യദ്രോഹം ഉന്നയിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടി ഈ വികാരം അങ്ങനെ ഒരുപക്ഷെ അത്രയും യാതൊരു വികാരമില്ലാത്ത എല്ലാ മനുഷ്യരും ഒരേപോലെ കാണാൻ സാധിക്കുന്ന ഷാബു പ്രസാദിനെ പോലെ ആളെ പോലും ഈ വികാരം കുത്തിയിളക്കിക്കൊണ്ട് വികാരമാണ് നിങ്ങളെ ഭരിക്കേണ്ടതെന്ന് പറയാം. ദാമോദർ പ്രസാദ് ഷാബു ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2 രാജ്യങ്ങളുമായി അതിർത്തി, ഇന്ത്യ യുദ്ധം ചെയ്ത 2 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രതിരോധ പ്രാധാന്യം എന്താണ്. മറ്റൊരു കാര്യം, ഈ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന ഗുജറാത്തിൻ്റെ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ മാത്രമേ എന്തെങ്കിലും വികസന പരിപാടികൾ പാടുള്ളൂ എന്ന പ്രതിരോധ വകുപ്പിന്റെ ഗൈഡ്ലൈൻസ് നിലനിൽക്കെ അത് 1 കിലോമീറ്റർ ആക്കി ചുരുക്കി പ്രതിരോധ മന്ത്രാലയം ഉത്തരവിറക്കിയ ഒരു കഥ അറിയാം, അദാനിക്ക് സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടി. അപ്പോൾ ഈ രാജ്യസുരക്ഷ എന്നൊക്കെ പറയുന്നത് അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടോ ഇത്തരം കാര്യം? അല്ല, ഇപ്പൊ അജിംസ് സാർ ഉദാഹരിച്ച് രാജ്യസുരക്ഷയേക്കാൾ പ്രധാനമാണല്ലോ രാജ്യസുരക്ഷ. ഉദാഹരണത്തിന് അദാനിയെ ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമ്മൾ കാണുന്നത്. ഇപ്പോൾ ചൈനയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളിലാണെങ്കിൽ എല്ലാ ബന്ധങ്ങളും അദാനിയെ ബന്ധപ്പെട്ട താല്പര്യങ്ങളാണ് പ്രാമുഖ്യം. അതനുസരിച്ചാണ് അന്താരാഷ്ട്ര ബന്ധങ്ങൾ പോലും നിർണ്ണയിക്കപ്പെടുന്നത്. ഈ നമ്മുടെ ശത്രുത എന്നൊക്കെ പറയുന്നതും ശത്രുതയും മിത്രമൊക്കെ തന്നെ ഇതായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത് നമുക്കറിയാം. അതിന് ഓരോ വസ്തുക്കളിലേക്ക് നമ്മൾ ഇപ്പോൾ അടുത്ത കാലം സെബി കൊടുത്ത ക്ലീൻ ചിറ്റ് ഉൾപ്പെടെ എല്ലാ കാര്യവും നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒരു അദാനി ഫാക്ടർ കടന്നു വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഫെഡറലിസമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഉന്നയിക്കേണ്ടത് ഈ ഘട്ടത്തിൽ, അതായത് ഈ വികസന പ്രക്രിയയെ ബന്ധപ്പെട്ട് കേന്ദ്രീകരിക്കുക എന്നുള്ളൊപ്പം തന്നെ നമ്മൾ കാണുന്നൊരു കാര്യം, അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ആർട്ടിക്കിൾ 370 പോലും പിൻവലിക്കപ്പെട്ട പോലും നമ്മൾ ശരിയാണ്, നിങ്ങൾക്ക് ഉന്നയിക്കാൻ സുരക്ഷാ പ്രശ്നം ഉന്നയിക്കാൻ പറ്റും. സുരക്ഷാ പ്രശ്നം ഉന്നയിക്കുന്ന സമയത്ത് അത് മാത്രമല്ല, ഇവർക്ക് ഈ സുരക്ഷാ പ്രശ്നം ഉന്നയിക്കുന്ന കാര്യത്തൊപ്പം തന്നെ ഇത് പല സംശയങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയാണ്. സുരക്ഷാ പ്രശ്നം ഒരു സംസ്ഥാന, ഇപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ബംഗ്ലാദേശ് ബോർഡറിങ് സംസ്ഥാനങ്ങൾക്കല്ലേ പ്രശ്നമുണ്ട്, ആസാമിനുണ്ട് ഈ പ്രശ്നം. അവിടെ നിന്ന് ഫുൾ സ്റ്റേറ്റ്ഹുഡ് കൊടുത്തിട്ടുണ്ടല്ലോ, ഫുൾ എത്രയോ ഇവർ കൊടുത്താലല്ല സ്റ്റേറ്റ്ഹുഡ് ഉണ്ടല്ലോ. അപ്പോൾ അതൊന്നുമല്ല പ്രശ്നം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇത് നിഷേധിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന് 2 കാര്യം പ്രധാനപ്പെട്ട് കടന്നു. പല ആൾക്കാരെ സൂചിപ്പിച്ചു, ഒന്ന് ഈ വലിയ വലിയ കോർപ്പറേറ്റ് താല്പര്യം, 2 ഇവരുടെ രാജ്യസങ്കല്പത്തെക്കുറിച്ചുള്ള ഒരു ധാരണയും. ഇത് നമ്മളെ പുറത്ത് അടിച്ചേൽപ്പിക്കും. ഇത് ഒരു കാര്യം മനസ്സിലായി, ഈ ഫെഡറലിസത്തിൻ്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്ത് പല രീതിയിൽ പ്രയോഗിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ദക്ഷിണ സംസ്ഥാനം വേറെ രീതിയിലാണ് പ്രയോഗിക്കുന്നത്. ആ ഫെഡറലിസത്തിൻ്റെ വേറെ രീതിയിൽ കാര്യം ഇവിടെ അങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ട് അത് ലഡാക്കിൽ. അപ്പോൾ അതിനെതിരെ അവിടെ ജനങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യും. അവർ ഐഡൻറ്റിറ്റി സംരക്ഷണ പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് സ്വയംഭരണ അവകാശം അവർക്ക് നിഷേധിക്കപ്പെട്ടു, അവർക്ക് അനുഭവപ്പെട്ടവർ പ്രൊട്ടസ്റ്റ് ചെയ്തു. 2 വലിയ തോതിലുള്ള തൊഴിലില്ലായ്മ അവരെ സംബന്ധിച്ച് വലിയ പ്രശ്നം നേരിടുന്നത്. അപ്പോൾ ആ പ്രൊട്ടസ്റ്റ് പിന്നെ നേപ്പാളായി ബന്ധപ്പെടുത്തുക, അതിനിപ്പോൾ ഒരു വേറെ പിക്ചർ കൊടുക്കുക. അക്രമാസക്ത പറയുക, ഒരു സമരത്തെ നിരാഹാരം സത്യാഗ്രഹ സമരമായിരുന്നു. അത് നമുക്ക് ദീർഘനാളായി സത്യാഗ്രഹ സമരമായിരുന്നു. ആ അക്രമാസക്തമാക്കിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഭരണകൂടം തന്നെയാണ് ഉത്തരവാദികൾ, പ്രാഥമിക ഉത്തരവാദികൾ. കാര്യം 4 പേരെ കൊല്ലപ്പെട്ടത്, 4 പേരാണ് പോലീസിൻ്റെ വെടിക്ക് ഇരയായത്. അപ്പോൾ മനസ്സിലാക്കണം, ഇതിനൊക്കെ പുറമേ നമ്മൾ വികാരം എന്ന പ്രശ്നം ഉയർത്തിക്കൊണ്ട്, അതും വസ്തുതാപരമല്ലാത്ത നിയമപരമല്ലാത്ത വികാരം വിമർശിച്ചുകൊണ്ട് എല്ലാ പ്രശ്നവും മറച്ചു വെക്കുന്നത്, അത് രാഷ്ട്രീയമായ അന്തസാര ശൂന്യത മാത്രമല്ല, പ്രശ്നങ്ങളെ മൂർധന്യാവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും കൂടുതൽ വിഘടിതമാക്കുകയും. അപ്പോൾ വാസ്തവം പറയുകയാണെങ്കിൽ ഒരു വിഘടന പ്രക്രിയ ആരാണ് ചെയ്യുന്നത്? ആരാണ് രാജ്യദ്രോഹത്തിന് വളമൊരുക്കി കൊടുക്കുന്നത്? ഇതുപോലെ വികാരജീവികൾ. ഈ വികാരജീവിതം നമ്മൾ അവസാനിപ്പിക്കുകയും കുറച്ച് വിവേകം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ മാറുകയും സെക്യുലറും സമാധാനവും പ്രധാനപ്പെട്ടായി മാറുകയും ചെയ്യും. ശരി, ശ്രീ നൗഷാദ് അലി, നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള വിമർശനം ഉന്നയിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി നടത്തിയൊരു ട്വീറ്റിൽ ജൻസി ഈ പ്രൊട്ടസ്റ്റ് ഏറ്റെടുക്കും എന്ന് അദ്ദേഹം പ്രത്യാശിക്കുന്നുണ്ട്. ആ വാദത്തെ വിമർശിച്ചുകൊണ്ട് BJP രംഗത്തെത്തിയിരുന്നു. നേപ്പാളിലെയും ബംഗ്ലാദേശിലെയും പോലെ ഒരു പ്രൊട്ടസ്റ്റ് ഇവിടെ വരണമെന്നാണ് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ ഒരു പരാമർശത്തിനെ തുടർന്നാണ് ഇപ്പോൾ ലഡാക്കിലെ പ്രൊട്ടസ്റ്റിന് മുന്നിലും കോൺഗ്രസ് ആണ് എന്നിവർ ആരോപിക്കുന്നത്. അപ്പോൾ നിലവിൽ രാജ്യം നേരിടുന്ന പ്രതിസന്ധികളിൽ, ജനാധിപത്യ പ്രതിസന്ധികളിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അത്തരമൊരു വയലന്റ് പ്രൊട്ടസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇവിടെ അജിംസെ എല്ലാ കാലത്തും എല്ലാ സമയത്തും ഏതൊരു സാഹചര്യത്തിലും വയലൻസിനെതിരായി വളരെ കൃത്യമായ നിലപാട് കൈക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. കോൺഗ്രസ് ഒരു പാർട്ടിയാണ് എന്നതിലുപരിയായിട്ട് രാഹുൽ ഗാന്ധി എന്ന വ്യക്തി
നോൺ വയലൻസിന് വേണ്ടി എല്ലാ കാലത്തും നിലകൊള്ളുന്ന ഒരാളാണ്. കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അനുഭവങ്ങളോ ആയിരിക്കണം അദ്ദേഹത്തെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ ഈ വയലൻസിന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ സംശയാസ്പദമായ ചിലതുണ്ട് അജിംസ്. കാരണം നമ്മൾ ഏതാനും വർഷങ്ങൾക്ക് അല്ലെങ്കിൽ മാസങ്ങൾക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഡൽഹിയിൽ കർഷക സമരം കണ്ടു. ആ കർഷക സമരം വലിയ തോതിലൊരു ഐക്യപ്പെട്ട് രൂക്ഷമായി വളരെ ലക്ഷ്യവേദിയായിട്ട് മുന്നേറുന്ന ഒരു സമയത്താണ് ഒരു പെട്ടെന്നൊരു നിമിഷം ആ സമരം ഒരു ആക്രമണത്തിന് വഴിമാറുന്നത്. പാർലമെന്റിലേക്കൊക്കെ അല്ലെങ്കിൽ നിർണായക സർക്കാർ കെട്ടിടങ്ങളിലേക്കൊക്കെ ആക്രമണം നടത്തുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അതിനെ തുടർന്നാണ് ആ സമരം പിന്നെ മെല്ലെ മെല്ലെ നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് മെല്ലെ പിറകിലോട്ട് പോകാൻ തുടങ്ങിയത്. പക്ഷെ കർഷക സംഘടനകളും നേതാക്കളും ഒന്ന് ആണയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ സമരത്തെ തകർക്കാൻ ഉതകുന്ന രീതിയിൽ ഇത്തരത്തിൽ പെരുമാറുകയില്ല എന്ന്. സമാനമാണ് ലഡാക്കിലെയും വിഷയം. അവിടെ ഒരു വളരെ ഒരു നിമിഷാർദ്ധം കൊണ്ടാണ് അവിടെയും അക്രമത്തിലേക്ക് ഈ സമരങ്ങൾ വഴിമാറിയിട്ടുള്ളത്. ആക്രമം പടർന്നു പിടിച്ച് എന്താണോ ഈ സമരം കൊണ്ട് സമരത്തെ നയിച്ചിരുന്നവർ ഉദ്ദേശിച്ചത് അതിന് വിപരീതമായ പ്രതിലോമകരമായ ഫലമുണ്ടാക്കുന്ന രൂപത്തിൽ ഇന്ന് സർക്കാർ കാര്യങ്ങളുടെ ദിശ മാറ്റിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ സമര നായകരെ അടക്കം ഈ പറഞ്ഞ NSA ഒക്കെ ചുമത്തി അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള വിധ്വംസക പ്രവൃത്തികളോ അക്രമ സമരങ്ങളോ ഒന്നും ഒരു കാരണവശാലും കോൺഗ്രസും ഒരു പ്രതിപക്ഷ പാർട്ടിയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ ജനാധിപത്യപരമായി തെരുവുകൾ കൈയടക്കുന്ന വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾ അത് ഈ രാജ്യത്ത് ആവശ്യമാണ്. അതിന് ഈ രാജ്യത്തെ യുവാക്കളും ഈ രാജ്യത്തെ ചിന്തിക്കുന്ന പൗരന്മാരും വോട്ടർമാരും രംഗത്ത് വരേണ്ടതുണ്ട്. രംഗത്ത് വരിക തന്നെ ചെയ്യും എന്നൊരു പ്രത്യാശയാണ് രാഹുൽ ഗാന്ധി നിങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞ ട്വീറ്റിലൂടെ അദ്ദേഹം നൽകിയിട്ടുള്ളത്. അതിന് വേറൊരു അർത്ഥതലങ്ങളില്ല എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, ശ്രീ സമ്പത്ത്, ഈ ലഡാക്ക് സമരം ഇന്ത്യയിലെ ഫെഡറൽ വ്യവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് നൽകുന്ന പാഠം എന്താണ്? നോക്കൂ, ഇന്നത്തെ ഇന്ത്യ ഗവൺമെൻറ് പ്രത്യേകിച്ചും BJPയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ ഭരണഘടനയെ അനുസരിച്ചുള്ള എല്ലാ ഫെഡറൽ തത്വങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് നടത്തുന്നത്. കടക്കൽ കത്തിവെക്കുകയാണ് ചെയ്യുന്നത്. ഭരണപരമായി സംസ്ഥാന സർക്കാരുകളെ ആക്രമിക്കുക, അവരുടേതായ അധികാരങ്ങൾ കവർന്നെടുക്കുക. ധനപരമായി അങ്ങനെ കേരളം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അവരെ ശ്വാസം മുട്ടിക്കുക, ശ്വാസം മുട്ടിച്ച് വരിഞ്ഞു മുറുക്കുക, ധൃതരാഷ്ട്രരെ പോലെ ആലിംഗനം ചെയ്യുകയാണ് എന്നുള്ള നിലയിലേക്ക്. ആലിംഗനമാണ്, പക്ഷേ അത് കൊല്ലാനുള്ള ആലിംഗനമാണ്. അണങ്ങാൻ പോലും സമ്മതിക്കാത്ത നിലയിലേക്കുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് രാഷ്ട്രീയമായി നേരിടുക. രാഷ്ട്രീയമായി ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള അത്തരത്തിലുള്ള പോരാട്ടങ്ങൾ എന്നുള്ളതിനപ്പുറമായി ഗവർണർമാരെ അത്തരത്തിൽ രാജ്ഭവനുകൾ ഈ എല്ലാ വിധത്തിലുള്ള കുടില ചിന്തകളുടെയും ഹസ്തിനപുരിയിലെ ശകുനിമാരായി അങ്ങനെ ആ ഒരു ആട്ടം നടത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുക. അപ്പോഴും നമ്മുടെ പല ചങ്ങാതിമാർക്കും പറയാം, ഈ മൂലധനം എന്നൊരു പഴയ മലയാള ചലച്ചിത്രത്തിലെ KP ഉമ്മർ അവതരിപ്പിച്ച ഒരു കഥാപാത്രമുണ്ട്, ഞാനൊരു വികാരജീവിയാണ് എന്നുള്ള നിലയിലേക്ക്. ആ വികാരമാണ് മറ്റുള്ളവർക്ക് എന്നൊക്കെ ചില ആളുകൾ വല്ലാതെ അങ്ങ് തെറ്റിദ്ധരിച്ചു കളഞ്ഞാൽ ആ വികാരം മറ്റുള്ളവരുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കാനൊക്കെ ശ്രമിക്കുക എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനാണ് ഭീഷണി അവർ ഉയർത്തുന്നത്. രാഷ്ട്രത്തെക്കാൾ അവർക്ക് വലുത് എന്നുള്ളത് അധികാരം നേടുക, അത് നിലനിർത്തുക, അതിനായി എന്തും ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം, ഇപ്പം മണിപ്പൂർ ഇപ്പോഴും അശാന്തമാണ് അല്ലേ? 2 വർഷത്തിലേറെയായി അവിടെ കൊല ചെയ്യപ്പെട്ടതിൽ. അപ്പോൾ അതിനെ ഇത് ആരെ അഴിച്ചുവിട്ടത്? ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ ചെയ്താണോ? അല്ലല്ലോ. ഇത് എന്തുകൊണ്ടാണ് ഈ പറയുന്നതായിട്ടുള്ള പ്രശ്നത്തെ നേരിടാനായി കഴിയാത്തത്, അത് പരിഹരിക്കാനായി കഴിയാത്തത്? അവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിലെടുത്ത നിലപാടെന്താണ്? ലോകം ഒരു 5 or 6 തവണ ചുറ്റി സഞ്ചരിച്ചതിന് ശേഷമാണ് ഈ ഇന്ത്യ രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ആ ചെറിയ ഒരു സംസ്ഥാനത്തേക്ക് ഒന്ന് എത്താനായിട്ടെങ്കിലും ഒന്ന് നോക്കാനെങ്കിലും അദ്ദേഹത്തിന് കഴിഞ്ഞത് എന്നുള്ളത്. ഞാൻ വേറെ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളുടെ സമുച്ചയമാണ് ഇന്ത്യൻ യൂണിയൻ എന്നത് മനസ്സിലാക്കണം. അല്ലാതെ ഇന്ത്യൻ യൂണിയൻ എന്നത് ഏതോ ഒരു അഖണ്ഡ സാമ്രാജ്യമാണെന്നും ആ സാമ്രാജ്യത്തിലെ ചക്രവർത്തിക്ക് തങ്ങളുടേതായ കീഴിലുള്ള മൻസബ്ദാർമാർ അത്തരത്തിലുണ്ട്, അവർക്കെല്ലാം വീതിച്ച് നൽകിയിരിക്കുന്നതായിട്ടുള്ള ഭൂപ്രദേശങ്ങളും അവിടെ നിന്ന് ഈ ചവിട്ടു പിരിക്കാൻ, കരം പിരിക്കാനുള്ള അവകാശം കൊടുത്തിരിക്കുന്നു എന്നുള്ള നിലയിലേക്കും ഇതെല്ലാം ഇങ്ങനെ ദൈവദത്തമായ അധികാരമാണ് എന്നുള്ള മിഥ്യാധാരണ അത് നല്ലതല്ല. നമ്മൾ നിലനിന്ന് പോകുന്നത് വൈവിധ്യങ്ങളിലാണ്. ആ വൈവിധ്യങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിപ്പോൾ വൈരുദ്ധ്യങ്ങളേ അല്ല,
ഒരു പൂന്തോട്ടത്തിലെ വിവിധ വർണ്ണങ്ങളിലും വലിപ്പങ്ങളിലും ഗന്ധങ്ങളിലും എല്ലാമുള്ള അത്തരത്തിലുള്ള പൂക്കളും ചെടികളും എല്ലാം വൈവിധ്യങ്ങളെല്ലാം അതിൻ്റെ മനോഹാരിതയാണ് കാട്ടുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രീയ നിലവാരം, ഇന്ത്യയുടെ രാഷ്ട്രീയ ഘടന എന്നുള്ളത്, അതിൻ്റെ മനോഹാരിതയും അതിൻ്റെ കരുത്തും എന്നുള്ളത് വിദേശ രാഷ്ട്രങ്ങളിൽ നാം പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നത്, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വിദേശ രാഷ്ട്രങ്ങളിലെ സന്ദർശനത്തിന് പോകുമ്പോൾ ചെറുതും വലുതുമായ രാഷ്ട്രീയ കക്ഷികളുടെ പാർലമെൻറ്റ് അംഗങ്ങൾ അവരുടെ പ്രതിനിധികളെ കൂടി ഡെലിഗേഷൻ ഉൾപ്പെടുത്തുകയും അവരടക്കം അവിടെ ഉണ്ടാവും. അക്രോസ് ദ ടേബിൾ അത്തരത്തിൽ ഇരിക്കുന്ന വേളയിലെല്ലാം പറയുന്നത് വികാരത്തിനല്ല അവിടെ പ്രാമുഖ്യം, അവിടെ വിചാരത്തിനാണ്, അവിടെ വിഷനാണ്. നമ്മുടെ ആ ദീർഘദൃഷ്ടിയോടുകൂടിയാണ് അവരുമായി ആശയവിനിമയം നടത്തുന്നത്. അപ്പോൾ അവർ ചോദിക്കാറുണ്ട് പലപ്പോഴും, ഞാനടക്കം അങ്ങനെ പോയിട്ടുള്ളൊരുത്തനാണ്, അങ്ങനെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ പ്രതിപക്ഷ പാർട്ടികളിലുള്ളവരടക്കം വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെ പ്രതിനിധാനം ചെയ്യുന്നവരായി പ്രതിപക്ഷ കക്ഷികളടക്കമുള്ളവരെല്ലാം പോകുമ്പോൾ പറയാറുള്ളൊരു കാര്യം, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ, ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ആൻഡ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഇന്ത്യൻ ഡെമോക്രസി എന്നുള്ളതിനെ സംബന്ധിച്ച് ഇത് മുഴുവനും ഇല്ലാതാക്കുക എന്നുള്ള നിലയിലാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ലഡാക്കിലെ ജനതയ്ക്ക് അത്തരത്തിൽ ഒരു നിയമസഭ, പൂർണ്ണ അധികാരമുള്ള ഒരു നിയമസഭ അവർക്ക് നൽകില്ല എന്ന് ശഠിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് അത്തരത്തിൽ വോട്ട് ചെയ്യാനും MLA-മാർ നേരത്തെ ഉണ്ടായിരുന്നല്ലോ, ജമ്മു കാശ്മീർ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിലും എന്തിനാണ് പിടിച്ചു പറിച്ചത്? ഈ കളിപ്പാട്ടത്തിന് ഭംഗി പോരാ, അതുകൊണ്ട് അങ്ങനെ നല്ലൊരു കളിപ്പാട്ടം തരാം, വലിച്ചു പറിച്ചെടുക്കുകയാണ്, അത് എറിഞ്ഞുടയ്ക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യം ഇത് തന്നെയാണല്ലോ ജമ്മു കാശ്മീരിലും ചെയ്തത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് ഒരു കാരണവശാലും മുന്നോട്ട് കൊണ്ടുപോകരുത്. ഇവിടെ BJP നേതൃത്വം അടക്കം ഇക്കാര്യത്തിൽ ഇവിടെ ചർച്ചകൾക്ക് തയ്യാറാണ്. BJP ആണല്ലോ രാഷ്ട്രീയ പാർട്ടി, എക്സിക്യൂട്ടീവ് ആണല്ലോ, സെൻട്രൽ എക്സിക്യൂട്ടീവ് ആണല്ലോ തീരുമാനമെടുക്കേണ്ടത്. അങ്ങനെയാണല്ലോ അവിടുത്തെ ഈ യൂണിയൻ ടെറിട്ടറിയിലെ ആ ഗവൺമെൻറ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ പെരുമാറുന്നത്. എങ്ങനെയാണോ മുകളിൽ നിന്നുള്ള ഉത്തരവ്, ആ നിർദ്ദേശങ്ങൾ, അതിനനുസരിച്ച് മാത്രമല്ലേ അവിടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ജനങ്ങളെ വെടിവെച്ച് കൊല്ലുകയല്ല വേണ്ടത്, ജനങ്ങളെ ആക്രമിക്കുകയല്ല വേണ്ടത്. ജനങ്ങളെ ഇത്തരത്തിൽ അവരെ ഈ ഒരു ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജനതയാണ് എന്നുള്ള അവരുടെ ആ ബോധത്തെ അടിച്ച് ഇല്ലാതാക്കുക, അതിനെ കത്തിച്ച് നശിപ്പിക്കുക, ചോര ഒഴുക്കി ശവശരീരങ്ങൾ എടുക്കേണ്ട ഗതികേടിലേക്ക് കൊണ്ടെത്തിക്കുകയല്ല ചെയ്യേണ്ടത് എന്നത് മാത്രമാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ശരി, എന്തായാലും ജനകീയ പ്രതിഷേധങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, അതെങ്ങനെ രാജ്യദ്രോഹമാകുന്നു തുടങ്ങിയ ചർച്ചകൾക്കപ്പുറം ഫെഡറൽ തത്വങ്ങൾക്ക് മേൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ, അത് സംസ്ഥാനങ്ങൾ തിരിച്ചറിയണം, സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ തിരിച്ചറിയണം എന്നൊരു പാഠം കൂടി ലഡാക്ക് നൽകുന്നുണ്ട്. വളരെ നന്ദി ശ്രീ സമ്പത്ത്, ശ്രീ നൌഷാദ് അലി, ശ്രീ ദാമോദർ പ്രസാദ്, ഷാബു പ്രസാദ്.